Breathe out. ചുറ്റിലും ഒരു പ്രകാശമുള്ള connected ആകുമ്പോൾ you're feeling naturally well. You're becoming more and more close. വിഷമാവാം, എന്തു ആവാം. അങ്ങനെയുള്ളവര് ലൈവായിട്ട് ഇവിടെ വന്ന് ഷെയർ ചെയ്യും. പലരും ഓരോ സെഷന് ചോദിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു നിർബന്ധമില്ല, അങ്ങനെ ആവാമെന്നുള്ളൂ. ചെറുപ്പത്തിലെ ഓവർ വെയിറ്റ് ഉള്ള ആളാണ്. പിന്നെ ഒന്നും മൈൻഡ് കട്ടായിട്ട് പിന്നെ എനിക്ക് എത്ര ആലോചിച്ചാലും ഒന്നും മൈൻഡിലേക്ക് വരൂല. ഈ സ്പിരിച്വാലിറ്റിന്റെ ഒക്കെ ഭയങ്കര ഡീപ്പർ ആയിട്ടുള്ള അപ്പോൾ ഗൈഡഡ് ടോക്കിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നല്ല നമ്മുടെ റൂമി നൈറ്റൊക്കെ കഴിഞ്ഞ ഡേയാണ്. അപ്പോൾ ഇന്നലെ റൂമി നൈറ്റിലുള്ള കുറേ മുഖങ്ങളെയും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്ക് റൂമി നൈറ്റ് വരുന്നതിന് ശേഷമുള്ള ഗൈഡൊക്കെ ഒരു പാക്കേജ് പോലെയാണ് നടക്കുന്നത്. എല്ലാവരും തലേ ദിവസം റൂമി നൈറ്റ് കൂടാ, ഇവിടെ സ്റ്റേ അടിക്കുക, അടുത്ത ദിവസം വരാം. അപ്പോൾ മാസത്തിലൊരിക്കലും അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ജസീനോട് പറയായിരുന്നു ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ കോർഡിനേഷൻ ഏൽപ്പിച്ച് തരട്ടെ, സ്റ്റേ ചെയ്യാൻ വരുന്നവർക്കൊക്കെ റൂംസൊക്കെ സപ്ലൈ ചെയ്യുന്നത് അതൊരു പോസിബിലിറ്റി ഉണ്ട്, വേണമെങ്കിൽ ആലോചിച്ചോ. അപ്പോൾ ഏതായാലും സോ ഹാപ്പി. ഇന്ന് നമ്മൾ ഫാദേഴ്സ് ഡേ ബേസ് ചെയ്തിട്ടാണ്. പൊതുവെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വലിയ ചലനങ്ങളൊന്നും ഇല്ലാണ്ട് ആരും അറിയാണ്ട് നടന്നു പോകുന്ന ഒരു കലാപരിപാടിയാണ് ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ നമ്മൾ കുട്ടികളെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് അത് ബേസ് ചെയ്ത് ഡിസ്കഷൻ ഫാദേഴ്സ് ഡേ അല്ലെങ്കിൽ കൂടി അത് ബേസ് ചെയ്തൊരു ആക്ടിവിറ്റി. അപ്പോൾ അതിൽ നിങ്ങൾക്കൊന്ന് ഫാദർ ഫിഗർ റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ള കാര്യം. ഇപ്പം ഞാൻ ഈ ആക്ടിവിറ്റി പറയുമ്പോൾ തന്നെ ഇത് ഡിസ്കഷനിൽ ഇടാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ മെൻറ്റേഴ്സിനോട് പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഫാദർ എന്ന് പറയുമ്പോൾ മിക്കവാറും കുറേ പേർക്ക് ഫാദർ എന്ന് പറയുമ്പോൾ മിക്കവാറും ട്രിഗർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഫാദർ എന്ന് മാത്രം വെക്കാതെ ഫാദർ ഫിഗർ എന്ന് കൂടി പറഞ്ഞത്. കാരണം വേറെ ചില ആൾക്കാർ ഫാദർ എക്സ്പീരിയൻസ് അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ ബ്ലാങ്ക് ആയിരിക്കും. നേരെ തിരിച്ചും മദേഴ്സ് ഡേയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറയും നിങ്ങൾ മദർ ഫിഗറിലുള്ളത് എന്നുള്ള. കാരണം എപ്പോഴും ഫാദർ ലവ് മദർ ലവ് എന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. എപ്പോഴാണോ അമ്മയുടെ സ്നേഹം ഒരുപാട് ആൾക്കാരിലൂടെയും ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് തീർക്കാൻ പറ്റാത്ത എന്തൊക്കെയോ മറ്റുള്ള അമ്മമാർക്ക് കൂടി ഫില്ല് ചെയ്ത് തരാൻ വേണ്ടി പറ്റുക. അതങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്തും തന്നെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഐഡിയൽ പേഴ്സണായിട്ടുള്ള മഹാഗുരുവാകുന്ന പ്രവാചകരെങ്ങാനാവണം. അങ്ങനെ ആവാൻ ആർക്കും പറ്റൂല. അപ്പം അതുകൊണ്ട് മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും പരിപൂർണതയാണ് ഗുരുത്വം. ഇതാ മാതാ പിത ഗുരു. മാതാവിലൂടെ ഉള്ളതും പിതാവിലൂടെ ഉള്ളതും സാക്ഷാത്കരിക്കപ്പെടുന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് ഗുരുവിലൂടെയാണ്. ഗുരുവിലൂടെ ആ സാക്ഷാത്കരണം സംഭവിക്കുമ്പോഴാണ് ആത്മസാക്ഷാത്കാരമാകുന്ന ദൈവികതയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മദേഴ്സ് ഡേ കഴിഞ്ഞു, ഇനി അതിൻ്റെ ബാക്കി കഷ്ടമാകുന്ന ഫാദേഴ്സ് ഡേൻ്റെ കുറച്ച് പാർട്ട് നമ്മളെടുത്തു. ഇനി ഒരു ടീച്ചേഴ്സ് ഡേ കൂടി വരാനുണ്ട്. അന്ന് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുക യാത്ര, അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം എടുത്തപ്പം പലരിലും എനിക്കത് റിഫ്ലക്റ്റ് ചെയ്തു, ഇവിടുത്തെ എനർജിയിൽ അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും ഫാദേഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരിലും ഒരു ഫാദർ ഉണ്ട്, മദർ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ ഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അതിപ്പം പിശാചാണെങ്കിലും അല്ലേ, ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭാവങ്ങൾ ഒരുമിച്ച് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെ ഭാവങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ മുഖങ്ങൾ വേണം. അതാണ് മാതൃമുഖം, പിതൃമുഖം, ഗുരുമുഖം തുടങ്ങിയിട്ടുള്ള ഓരോരോ റിഫ്ലക്ഷൻസ് ആണ്. നമ്മൾ പലരും ഗൈഡഡ് കോഡ് ചെയ്തവരായിരിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മുടെ തന്നെ പ്രതിഫലനമാണ് അല്ലേ, നമ്മുടെ പ്രതിഫലനമാണ്, നമ്മുടെ റിഫ്ലക്ഷൻ ആണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഫാദർ ഫിഗറുകളിലൂടെയുള്ള സന്തോഷങ്ങൾ വിസ്ഡംസ് ഒക്കെ ഇവിടെ പങ്കുവെച്ചു. അതിലെ ടേക്ക് അവേസ് ഒക്കെ ഷെയർ ചെയ്തു. വലിയ സന്തോഷം, നന്നായിട്ടുണ്ടായിരുന്നു. ചിലർ കവിതകളൊക്കെ എഴുതി എന്നുള്ളതാണ്. അതിലെനിക്ക് വല്ലാണ്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ട്, എല്ലാം ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എങ്കിൽ കൂടി ഒരു ഓർമ്മ പുതുക്കാൻ തോന്നിയത് നമ്മുടെ യു എയിലുള്ള അഫ്സൽക്ക അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കണക്ട് ചെയ്തിട്ട് കുറച്ച് വരികൾ ഷെയർ ചെയ്യുന്നേക്കുള്ളൂ. ഞാൻ ലാസ്റ്റ് 2-3 മാസങ്ങൾക്ക് മുന്നേ യു എയിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പം ഞാൻ എത്തിയിട്ട് അവിടെ എത്തി, അവരെ ഫ്ലാറ്റിലെത്തി അടുത്ത ദിവസം രാവിലെ സുബഹിൻ്റെ സമയത്ത് എണീക്കുമ്പോൾ അഫ്സൽക്ക ഓടി വന്ന് പറയുന്നത് ഉപ്പ മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ ഉള്ള സമയം ഞാൻ എത്തിയ സമയത്താണ് ആ വാർത്ത കേൾക്കുന്നത്. എനിക്കറിയാം എത്രത്തോളം സ്പെഷ്യലായിരുന്നു അദ്ദേഹത്തിന്
അത് ഇതിൻ്റെ ഫാദർ എന്നുള്ളത്. അപ്പോൾ ആ ദിവസത്തിൽ ആണ് ഞാൻ അവിടെ ഉള്ളത്. എന്തായാലും ആ സമയത്ത് അവിടെ എല്ലാത്തിലും കൂടി പങ്കുചേരാനൊക്കെ പറ്റിയെങ്കിൽ കൂടി എന്തോ ഒരു നിയോഗം പോലെ കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കൊടുക്കാൻ നമുക്കും പറ്റി. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ കുറച്ച് വരികളൊക്കെ അവിടെ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഉള്ളിലും ഒരു ഫാദറും ഉണ്ട്, എല്ലാവർക്കും ഉള്ളിലും ഒരു ഫാദർ എനർജിയും ഉണ്ട്, എല്ലാവരും ഒരു ഫാദറിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഫാദറാകാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ പൗരുഷഭാവത്തിൻ്റെ അകത്തും ഉറങ്ങിക്കിടക്കുന്ന സ്ട്രെങ്ത്താണ് ഫാദർ എന്ന് പറയുന്നത്. അച്ഛൻ ആകുമ്പോഴാണ് പൗരുഷം ശരിക്കും പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പൗരുഷം മാസ്കുലിനിറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പവർ കാണിക്കുന്ന, മസിൽ പിടുത്തം കാണിക്കുന്നിടത്തുനിന്നും ഏതൊരാളും പാകപ്പെട്ട് പരുവപ്പെട്ട് അത് ബാലൻസ്ഡ് ആവൽ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ച് അല്ലേ ഫെമിനിറ്റിയുമായിട്ട് ഇടവൈകിട്ട് അതിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അതിൻ്റെ മിശ്രിതമായിട്ടുള്ള ഒരു പാകപ്പെട്ട പരുവപ്പെട്ട ആർക്കും നിന്ന് കൊടുക്കാത്ത മസിലും പെരുപ്പിച്ച് നടന്നവരെ കുട്ടീനെ കൊഞ്ചിച്ച് ലാളിച്ച് നടക്കുന്ന സമയത്ത് ആ മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആവുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് പൗരുഷത്തിൻ്റെ ശരിയായ ഭാവം പുറത്തു വരാമെന്ന് പറഞ്ഞത്. അതാണ് പണ്ടാരോ പാടിയത്, പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷൻ്റെ കഥകൾ പറഞ്ഞാട്ടെ. എവിടോ കേട്ടില്ലേ, പണ്ട് ഒരു വരിയാണ്, ഒരു പാട്ടാണ്. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ ഒരു പുരുഷനുണ്ട്. ആ പുരുഷനാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും കംപ്ലീഷൻ, ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കുന്ന ഗുരു എന്ന് പറയുന്നത്. പ്രവാചകരെ പറ്റി പാടിയതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാതൃത്വം അവിടെ ഉണ്ട്, ഒരു പിതൃത്വം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ആശ്രയം എന്നോണം ഗുരുഭാവത്തിലേക്ക് ചേരാൻ നോക്കാം. അപ്പോൾ പലരും ഇവിടെ അവരുടെ ഫാദർ ഫിഗർ പറഞ്ഞപ്പോൾ എൻ്റെ പേര് കൂടി പ്രതിപാദിച്ചു. ഐ എം വെരി ഹോണേഡ്, ഡീപ്ലി ഹോണേഡ് എന്നുള്ളതാണ്. ഒരച്ഛനാകാതെ തന്നെ അത്തരൊരു സ്ഥാനം ചിലർക്കുള്ളിൽ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മളൊരു ടീച്ചറിൻ്റെ റോള് അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ റോൾ എടുത്തത് കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള പ്രിവിലേജ് ആണ് എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു ആസ്വാദ്യകരൂപമാണെന്നുള്ളത്. നമ്മളിലെ മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും ഒക്കെ നമുക്ക് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാണ് അത്തരത്തിലുള്ള റോളുകൾ എടുക്കുന്നത് സഹായകമാകുന്നുള്ളതാണ്. ഞാൻ പറയും, അമ്മക്ക് അമ്മയുടെ ഭാവം മദർ എന്ന റോള് നന്നായി ചെയ്യണമെങ്കിൽ മദറിൻ്റെ അകത്തുള്ള ഫാദറും ബാലൻസ്ഡ് ആവണം. അപ്പോൾ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് ചില അമ്മമാർക്ക് ഫാദറിൻ്റെ റോൾ കൂടി എടുക്കേണ്ടി വരും. കാരണം ഫാദർ ഫിഗറുകൾ പലപ്പോഴും തിരിഞ്ഞളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേറെ രക്ഷയില്ല, അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് എന്തിലേക്കാണ് നമ്മൾ നയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ പാർട്ടും ഫാദർ പാർട്ടും ബാലൻസ് ചെയ്ത് കഴിയുമ്പം അമ്മക്കുള്ളിലൊരു ഗുരു ഉണരും. അതാണ് മാതാവ് എന്ന ഗുരു. ചില അച്ഛൻ കഥാപാത്രങ്ങൾക്ക് അമ്മയുടെ റോൾ കൂടി എടുക്കേണ്ടി വരാം. എന്തിനാണ് അങ്ങനത്തെ റോളുകൾ എടുക്കേണ്ടി വരുന്നത്? അത് എടുക്കേണ്ടി വരുന്നത് ആ റോള് കൂടി കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്കും ഫാദറിൻ്റെ അകത്തുള്ള ഗുരു ഉണരുന്നില്ല. അപ്പോൾ മദർ പ്ലസ് ഫാദർ ഈസ് ഈക്വൽ ടു ടീച്ചർ. ക്ലിയർ? അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവരാണ് ടീച്ചറായിട്ട് മാറുന്നത്. ഒരു കുട്ടി എന്തായി മാറുന്നു ചോദിച്ചാൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പകർന്നതാണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മളിൽ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മളിലെ ഫാദറും നമ്മളിലെ മദറും ഒക്കെ നമ്മളെ നല്ലൊരു ടീച്ചറാക്കി മാറ്റണം എന്നുള്ളതാണ്. നമുക്കൊക്കെ കുറേ പാഠങ്ങൾ കിട്ടിയെന്ന് പറയുമ്പം നമ്മളിപ്പോൾ പാഠങ്ങൾ പഠിച്ചു അല്ലേ? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചു. ഇനി പാഠങ്ങൾ എന്തിനാണ് നമ്മൾ പഠിച്ചത്? അത് പകരാനുള്ളതാണ്. അപ്പോൾ പകരുന്ന സമയത്ത് നമ്മൾ എന്തായി മാറി? നമ്മൾ ടീച്ചറായിട്ട് മാറി എന്നുള്ളതാണ്. ആ പകരുന്നതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, നമുക്ക് ഇല്ലാണ്ട് പോയത്, നമുക്ക് കിട്ടാണ്ട് പോയത്, അതിനൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുക. കിട്ടാണ്ട് പോയതിലുള്ള പരാതി വെച്ചിട്ടല്ല, കിട്ടാതെ പോയതിലുള്ള വേദന വെച്ചിട്ടല്ല, അതിലുള്ള ഹെയ്റ്റ്രഡ് വെച്ചിട്ടല്ല നമ്മൾ പകരേണ്ടത്. എന്താണോ കിട്ടാതെ പോയത് അത് നമുക്ക് പാഠങ്ങളാക്കി എടുത്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്ത് അതിനെ ഹീൽ ചെയ്തിട്ട് പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മദർലി സ്റ്റേറ്റിൽ നിന്നോ ഫാദർലി സ്റ്റേറ്റിൽ നിന്നോ കിട്ടാതെ പോയത് ഫില്ല് ചെയ്തിട്ട് നമ്മളെ നല്ല ഗുരു ആക്കാൻ വേണ്ടിയിട്ട്, നല്ല ടീച്ചറാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോന് നമുക്ക് അത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന ഗുരു ഇടത്തിലേക്കോ അറിവിടത്തിലേക്കോ മനുഷ്യരിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഒക്കെ എത്തിക്കും. ഗുരു എന്നത് എപ്പോഴും ഒരു മനുഷ്യൻ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പലതുമാകാം. ജീവിത അനുഭവത്തെക്കാളും വലിയൊരു ഗുരു വേറെ ഇല്ല. പക്ഷെ ആ അനുഭവത്തെ നമ്മൾ എടുക്കുമ്പം ആ അനുഭവം നമ്മളെ പരാതിയില്ലാത്ത, കുറ്റബോധമില്ലാത്ത, ഹെയ്റ്റഡ് ഇല്ലാത്ത, പകയില്ലാത്ത ഒരു കോലത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലാണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലൊരു പകയുടെ സ്വരം ഉണ്ടെങ്കിൽ അതൊരിക്കലും ജീവിതമാകുന്ന ഗുരു ആകുന്നില്ല. ഗുരുവിന് പകരം ഗുരുവില്ലാത്തവൻ്റെ ഗുരു പിശാജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പിശാജാണ് അവൻ്റെ ഗുരുവായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ചില ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയും അവർക്ക് ശരിയായ പാരൻ്റൽ നർച്ചർ കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ള പാരൻറ്റിങ് കിട്ടിയില്ല. അമ്മയിൽ നിന്നും കിട്ടേണ്ടത്, അച്ഛനിൽ നിന്നും കിട്ടേണ്ടത്. ഇത് നേരെ തിരിച്ചു നമ്മൾ കാണാറുണ്ട്. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടാത്തത് അവർക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായിട്ട് ലോകത്തിന് അത് കൊടുക്കണം എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാത്തതിൽ നിന്നും പരാതിക്കപ്പുറത്തേക്ക് കിട്ടാത്തത് എന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് അവർ ഫില്ല് ചെയ്തപ്പം ലോകത്തിന് കൂടി അത് കൊടുക്കാൻ അവർ തീരുമാനിക്കപ്പെട്ടു. വേറെ ചില ആൾക്കാർ അത് കിട്ടാത്തത് കൊണ്ട് എന്നെ ആരാ നോക്കിയത്, എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരാളെ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ തോന്നിയ പോലെ ജീവിക്കും, എന്നെ ആരും നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ
എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേർക്കും ജീവിതം എന്ന അനുഭവമാണുള്ളത്. ഒരാൾ ഗുരുവായി മാറി, ഒരാൾ പിശാചായി മാറി എന്നുള്ള രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സോ അമ്മമാരോടും അച്ഛന്മാരോടും എല്ലാവരോടും പറയാനുള്ള കാരണം, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സ്നേഹാനുഭവങ്ങൾ അവർക്കുള്ളിലെ ഗുരു ഉണരുന്ന അവസ്ഥയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അവർക്കുള്ളിലെ പൈശാചികത തൊട്ട് ഉണർത്താത്ത അവസ്ഥയിലേക്ക് തന്നെയാകണം നമ്മുടെ സമീപനങ്ങൾ. അതിലുള്ള തിരുത്തലുകളും തിരിച്ചറിവുകളാണ് ഇതുപോലത്തെ ഗൈഡഡ് ടോക്ക് പോലത്തെ സിറ്റിംഗ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ ടീച്ചേഴ്സ് ഡേ വരുമ്പം സെപ്റ്റംബറിലാണ്. ടീച്ചേഴ്സ് ഡേ വരുമ്പം അന്ന് നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ആ വീക്കിൽ വരുന്ന GT വെച്ചിട്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാനിങ്ങോട്ട് കയറുമ്പം GT സ്പെസിഫിക്കലി ടോപ്പിക് ഇല്ലാത്ത നിങ്ങൾക്ക് അറിയാലോ, ടോപ്പിക് അങ്ങനെ വരലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലും വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, മുയലുകൾ ഇങ്ങനെ ചത്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ, ട്രാൻസ്മേഷൻ, മാജിക്സ് ആണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലയിടത്തും അത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈഫ് ഹീലിംഗ് നടക്കുന്നതിൻ്റെ എക്സ്പീരിയൻസുകൾ ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സെഷൻ അപ്പുറത്തേക്ക് ആദ്യമായിട്ട് വരുന്നവരോടും തുടർച്ചയായിട്ട് ഇരിക്കുന്നവരോടും പറയാനുള്ളത്, ഇതിൻ്റെ എനർജിയാണ് മാറ്റേഴ്സ്. നമ്മളിവിടെ എന്ത് പറയുന്നു എന്നുള്ളതല്ല, പറയാൻ നമ്മൾ സംവിധാനിച്ച കോണ്ടെക്സ്റ്റും അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എനർജിയും അതിലൂടെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു അൺസീൻ ലെയർ ആയിട്ട് തന്നെ കിടക്കണം. കഴിഞ്ഞ വീക്കിലെ GT ഞാൻ പ്രാണശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാണശക്തി ഉണർന്നു കഴിഞ്ഞാൽ, അത് ഒഴുകി കഴിഞ്ഞാൽ എല്ലാത്തിനും അത് ശമനമാണ്. ആ പ്രാണശക്തി എങ്ങനെ ഒഴുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് റൂമി നൈറ്റിൽ. ഏത് താക്കോലിടുമ്പോഴാണ് പ്രാണശക്തിയുടെ മാജിക്ക് ഉണരാന്നുള്ളത്. അങ്ങനെ ഒരു മാജിക്കൽ എസൻസ് ഉണ്ട്. എന്നാലും അത് ഇവിടെയും ഉണർന്നു കഴിഞ്ഞാൽ, അത് ഇവിടെയും ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഇവിടുത്തെ ഹീലേഴ്സാണ്. ഉള്ളിലുള്ള ആ ശക്തി, ദിവ്യശക്തി, പ്രാണശക്തി, അത് ഒന്ന് തുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരേ മനസ്സോടുകൂടി ഒരുമയിലിരുന്നു കൊണ്ട് തുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും നമ്മളിലെ വെളിച്ചം കൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനെല്ലാം അത് ഉണ്ടാക്കുന്ന ആൾ നിങ്ങളാണ്. ഞാൻ ആകെ നിങ്ങൾക്കുള്ളിൽ ആ ശക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ, സംസാരങ്ങൾ ഒരുക്കി വെക്കുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പൂർണ്ണ മനസ്സോടുകൂടി സറണ്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങളെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾ എപ്പോഴും ഞാനിപ്പം പൊതുവേ പറയുന്ന പോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആ എനർജിയിലേക്ക് അങ്ങ് സബ്മിറ്റ് ചെയ്യാം. അതെന്താ, എങ്ങനെ, ഒന്നും അറിയണ്ട. സം അൺസീൻ, ഒരു ക്യൂരിയോസിറ്റി ഉള്ള, ഒരു മിസ്റ്ററി ഉള്ള എന്തോ ഒരു സംഭവം. കുറേ മുയലുകൾ ചാവുന്ന കഥകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് അറിയണ്ട. എന്തോ ഒന്ന് ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് സറണ്ടർ ചെയ്ത് വെക്കുക. ലെറ്റ് ദ മാജിക് ഡസ് ഇറ്റ്സ് വർക്ക്. മാജിക്കിന് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്തോട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പം എന്ത് ടോപ്പിക്ക് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് വെറുതെ എൻ്റെ തന്നെ കോഡ്സ് കളക്ട് ചെയ്തൊരു ബുക്കുണ്ട്. ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത, പല ആൾക്കാരും ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ ഡെയിലി ഇത് തുറന്നു നോക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കവി എന്തോ ഉദ്ദേശിച്ചത് അറിയാത്തതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ തുറന്നു നോക്കുമ്പോൾ എന്തോ ആണ് സംഭവം, എന്താണെന്ന് ചിലപ്പോൾ പിടുത്തം കിട്ടില്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ തന്നെ അത് പറയണം, ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഡോണ്ട് വെറി. ഞാൻ നമ്മളെ റീഡിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ വായനാ വാരം എന്നൊക്കെ പറഞ്ഞപ്പം ഈ വായനാദിനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചർച്ച ചെയ്തിരുന്നു മെൻറ്റേഴ്സായിട്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഗൈഡഡ് കോഡ്സ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ തന്നെ വായിക്കുന്നു. കാരണം ഇത് കുറേ വായിച്ച് തീർക്കാനുള്ളതല്ല, ഒരുപാട് വായിച്ച് തീർത്തതിൽ നിന്നും ഒരു വിത്തിലേക്ക് ചുരുക്കുന്നത് പോലെ ചുരുക്കി വെച്ച കുറേ രഹസ്യങ്ങളാണ് ഇതിൽ ഓരോ കോഡ്സും എന്നുള്ളത്. അപ്പോൾ ഈ കോഡ്സ് നമ്മൾ വായിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേരെടുത്ത് ഈ ബുക്ക് ഉണ്ടായിരിക്കും. കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ഫ്രീ പരിപാടിയാണ്. ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിലെ ഓരോ കോഡ്സിൻ്റെയും ഡെപ്ത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ത്രൂ കോഡ്സ് നമുക്കെങ്ങനെ ഹീൽ ചെയ്യാം, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മെൻറ്റേഴ്സ് പറയുമ്പോൾ നിങ്ങൾ അവരെ കണക്ട് ചെയ്യുക. കയ്യിലെ പുസ്തകം ഉണ്ടാവുന്നുള്ളത് മാത്രമേ അതിൻ്റെ കണ്ടീഷനുള്ളൂ. നൈസ്. അപ്പോൾ ഇതാണ് ഞാൻ തുറന്നു നോക്കി, എങ്ങോട്ട് കയറുമ്പോൾ ഇന്ന് എന്ത് ടോപ്പിക് എടുക്കാം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാനിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട കോട്ട് ഇതായിരുന്നു. ബിഫോർ സീക്കിംഗ് ദ മീനിങ്, സീക്ക് ദ എലമെൻറ്റ് ദാറ്റ് ബ്രിങ്സ് മീനിങ് ടു ഓൾ. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നടക്കുന്ന ആൾക്കാരാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രശ്നത്തിന് പരിഹാരമൊന്നും വേണ്ട, പരിഹാരം വേണമെന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. ആകെ ഒറ്റ കാര്യമുള്ളൂ, അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായാൽ തീർന്നു. ഏറ്റവും വലിയ പ്രശ്നപരിഹാരത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, വല്ല കാര്യം ഉണ്ടെങ്കിലും ഓക്കെ, അങ്ങനെ അറിഞ്ഞാൽ തന്നെ പിന്നെ ഒരു പരാതി പരുവങ്ങൾ ആൾക്കാർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് പലരും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറണേ എന്ന് കൊതിക്കുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്, ഇത് അറിയാനുള്ള ടെൻഡൻസി എല്ലാവർക്കും കൂടുതൽ. വൈ? അതാണ് അർത്ഥം തേടി നടക്കാൻ നമ്മൾ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, ഇവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ ആയിപ്പോയേ, 3 എണ്ണത്തിൽ ഇത് മാത്രം അങ്ങനെ ആയിപ്പോയല്ലോ, എന്താ അങ്ങനെ ആയിപ്പോയേ,
ആ ചോദ്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ട് എന്നതിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടുമായിക്കൊള്ളട്ടെ, അതുകൊണ്ട് നിങ്ങൾക്കെന്തോ ബെനിഫിറ്റ് കിട്ടാനുണ്ട്, അതിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തെറ്റിപ്പോവും. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറിന് വേണമെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചാൽ ഡോക്ടറിന് ഗുണമുണ്ട്, അതിനുള്ള മരുന്ന് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ ഡോക്ടറിനേക്കാളും കൂടുതൽ നമ്മൾ ഡോക്ടറിൻ്റെ ഇടയിൽ കയറിയിട്ട് ഡോക്ടർ അതപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണോ, ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാക്കും. കാരണം സ്കൂളിൽ മാർക്ക് കുറയുന്ന കാലം തൊട്ടേ നമ്മുടെ ശീലമാണെന്ത്, ഇത് എന്തുകൊണ്ടാണെന്നൊരു കാരണം ഉണ്ടാക്കുക എന്നുള്ളത്. ചിലപ്പോൾ അതന്നെ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. മിസ്സിൻ്റെ ക്ലാസ് ശരിയാവാത്തതുകൊണ്ടാണ്, എല്ലാവർക്കും മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ്, ഇപ്രാവശ്യത്തെ എക്സാം ടഫായതുകൊണ്ടാണ്, അങ്ങനെ ഒരു വിഷയം ആക്കി വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയാകട്ടെ തെറ്റാകട്ടെ അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, പിന്നെ സമാധാനം. അതുകൊണ്ടാണ് അപ്പോൾ ആളുകളെല്ലാവരും ഈ ഭൂമിയിൽ വന്ന നിമിഷം മുതൽ മീനിങ് തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മീനിങ് തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പുകളിലും നമ്മൾ കുറച്ചുകൂടി ബെറ്റർ മീനിങ് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിന്നിട്ട്, ഇതിലൂടെ തന്നെ പോയിട്ട്, ഈ ജോലിയിൽ തന്നെ നിന്നിട്ട് എന്താണ്, ഇതിൽ തന്നെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഈ കോഴ്സ് തന്നെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, ഈ ജോബിൽ തന്നെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെപ്പോൾ അതിൻ്റെ മീനിങ്ങുകൾ തേടാൻ നോക്കുക. എപ്പോഴാണ് നമുക്ക് ബെറ്റർ മീനിങ്ങുകൾ കിട്ടുന്നത്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആവും, അപ്പോൾ നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടി കൂടുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ കോട്ടിൽ ഗൈഡഡ് കോഴ്സിൽ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ മീനിങ് തേടി നടക്കുന്നതിന് മുന്നേ, ഒരു കാര്യത്തിൻ്റെ മീനിങ് എന്താ കണ്ടെത്തുന്നതിന് മുന്നേ എല്ലാ മീനിങ്ങുകൾക്കും മീനിങ് കൊടുക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അതിനെ തേടുക. അപ്പം മീനിങ് കണ്ടെത്തല നമ്മുടെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നത് അറിയല നമ്മുടെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് എന്നതിനേക്കാളും ബെറ്റർ, എന്തുകൊണ്ടാണ് അറിയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം ഈ കാരണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ കാരണമുണ്ടാക്കിയ, ഈ കാരണങ്ങൾക്കൊക്കെ കാര്യമുണ്ടാക്കിയ ഒരു ഘടകമുണ്ട്, അത് അന്വേഷിക്കുക. അപ്പം അത് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകുന്ന അവസ്ഥക്ക് കൂടി പറയുന്ന പേരാണ് സറണ്ടറൻസ്. അതാണ് നമ്മൾ തേടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് ഉത്തരങ്ങൾ കിട്ടാത്തത്, പരിഹാരങ്ങൾ കിട്ടാതെ പോകുന്നതിൽ ഒരു പ്രധാന കാരണം മനുഷ്യൻ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്, ഇതെന്തുകൊണ്ടാണ്, അതറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആർക്കാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ വെളിവാക്കപ്പെടാൻ നിങ്ങൾക്കറിയാം. ശരിക്കും എന്താ കാരണം എന്നുള്ളത് വെളിവാക്കപ്പെടാം. കാരണങ്ങൾക്ക് പിറകെ പോകുന്നവർക്കല്ല, എല്ലാത്തിനും കാരണം ഉണ്ടാക്കാൻ, എല്ലാത്തിനും മീനിങ് ഉണ്ടാക്കാൻ പോകുന്നവർക്കല്ല അതിൻ്റെ മീനിങ് കിട്ടുന്നത്. ആർക്കാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം വെളിവാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണങ്ങൾക്ക് പിറകെ പോകാതെ, കാര്യത്തിന് പിറകെ പോകാതെ, കാര്യത്തെയും കാരണത്തെയും സംവിധാനിച്ചവനുണ്ട്, അവനാണ് അതിന് മീനിങ് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, മുപ്പര് ചെറുപ്പത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട്, അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഗൈഡഡ് കോഡിൽ വന്നവർക്കൊക്കെ അറിയാം, നമ്മൾ നമ്മളെ ലൈഫിന് ചില മീനിങ് വെച്ചിരുന്നു, ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ, നമ്മളെ ഫാമിലി ഇങ്ങനെ. പക്ഷെ ഗൈഡഡ് കോഡിൽ വന്നതോട് കൂടിയിട്ട് നമ്മൾ കൊടുത്ത അർത്ഥത്തിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന അർത്ഥം നമ്മൾ കൊടുക്കാം. അതുകൊണ്ട് മാത്രമല്ല, കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള മീനിങ്ങുകൾ നമ്മൾ കണ്ടെത്താണ്. ഇന്ന സംഭവത്തെ കൊണ്ടുകൂടിയാണ് എന്ന് നമ്മളൊരു ഹയസ്റ്റ് മീനിങ്ങിലേക്ക്, ഹയർ വേർഷൻ ഓഫ് ട്രൂത്തിലേക്ക് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഹീലിംഗ് കിട്ടുന്നു, ഈസി ആയിട്ടുള്ള ഓപ്പണിങ് കിട്ടുന്നു, മാറ്റങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന് എല്ലാവരോടും കൂടി പൊതുവായിട്ട് ഈ ബുക്കിൽ നിന്നും ഗൈഡഡ് കോഡ്സിൽ നിന്നുള്ളൊരു മെസ്സേജ് എന്നോണം നമ്മൾ ഇന്നത്തെ മെസ്സേജായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മീനിങ്, അർത്ഥം എന്നത്. അർത്ഥവും യാഥാർത്ഥ്യവും, അർത്ഥം എന്ന വാക്കും യഥാർത്ഥം എന്ന വാക്കും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പറഞ്ഞു നോക്കി, അർത്ഥം യഥാർത്ഥം അല്ലേ. അപ്പം യഥാർത്ഥത്തിൽ നിന്ന് നമ്മൾ യാഥാർത്ഥ്യം, റിയാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കൊടുക്കുന്ന അർത്ഥങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെല്ലാത്തിനും ഒരു അർത്ഥം കൊടുത്തു വെക്കും, ഓരങ്ങനെയാണ്, നമ്മളങ്ങനെ ഒരു അർത്ഥം കൊടുത്തു കഴിഞ്ഞു. നമ്മളൊരു അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അങ്ങനെ ആ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുകയുള്ളൂ. അയാൾ അങ്ങനെയാണ് കേട്ടോ എന്നൊരു അർത്ഥം, ഒരു മീനിങ് അയാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറയില്ലേ, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളൊരു കാര്യത്തിനൊരു മീനിങ് വെച്ച് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ യാഥാർത്ഥ്യത്തിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പല സെഷനിലും പറയാറുണ്ട്, ഈ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സത്യം എന്നല്ല അതിൻ്റെ അർത്ഥം. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സത്യം എന്നല്ല അതിൻ്റെ അർത്ഥം. യാഥാർത്ഥ്യം മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് 2 കൊല്ലം മുന്നേ
നിങ്ങളുടെ സത്യത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ, നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കൊടുത്ത മീനിങ് ആണോ നിങ്ങളുടെ ലൈഫിന് നിങ്ങളിപ്പം കൊടുക്കുന്നത്? നിങ്ങൾ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ഇതാ എനിക്കറിയാം ഞാൻ എന്താന്ന്, എനിക്കറിയില്ല എന്നെ എന്ന് പറഞ്ഞിടത്തൊന്നും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മാറിയോ? അപ്പോൾ അത് ട്രൂ ആയിരുന്നോ? അത് റിയൽ ആയിരുന്നു. ആ സമയത്ത് അത് റിയൽ ആയിരുന്നു, അത് റിയാലിറ്റി ആയിരുന്നു. റിയാലിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. യാഥാർത്ഥ്യം മാറിക്കൊണ്ടേയിരിക്കും. യാഥാർത്ഥ്യം എങ്ങനെയാണ് മാറുന്നത്? നിങ്ങൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് അർത്ഥമാണോ കൊടുത്തത്, ആ അർത്ഥത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും എന്താണ് യാഥാർത്ഥ്യം? ഒരേ സമയം ജീവിതത്തിന് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. മൾട്ടിപ്പിൾ റിയാലിറ്റീസിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും ഒരു യാഥാർത്ഥ്യമല്ല ഉള്ളത്, ഒരുപാട് റിയാലിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒറ്റ ട്രൂത്തേ ഉള്ളൂ. മനുഷ്യന്മാർ സത്യം കാണാതെ, സത്യം തേടാതെ അവർ കൊടുത്തു വെച്ച അർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായിക്കൊണ്ടിരിക്കുമ്പം അതാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിലെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മീനിങ് നമ്മൾ കൊടുത്തിട്ട് അത് നമ്മുടെ റിയാലിറ്റി നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ, ഇപ്പം എനിക്കൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പോകും. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാനുള്ളതല്ല ജീവിതം അന്വേഷിച്ചു കൊണ്ടേയിരിക്കാനുള്ളതാണ്. ക്ലിയർ? ഞാൻ എല്ലാവരോടും പറയും, ചില ആളുകളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നം പരിഹരിക്കാൻ പോകാതെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾക്ക് മാറ്റമുണ്ടായി തുടങ്ങുന്ന ചിന്തിക്കുന്ന നിമിഷം മുതൽ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നു. അപ്പോൾ അവരെ നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ കാലം അവരെ വിട്ടുപോകാതെ നിൽക്കാനുള്ള കാരണം, ഈ പ്രശ്നം നിങ്ങളെ വിട്ടുപോകണമെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന യാഥാർത്ഥ്യത്തിൽ മാറ്റം വരണം. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിന് കൊടുത്ത അർത്ഥത്തിൽ മാറ്റം വരണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ജീവിതത്തെയും നിങ്ങളെയും മീനിങ് കൊടുത്തിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ ദ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യു, ദ നെക്സ്റ്റ് ലെവൽ ഓഫ് യു ഇസ് നീഡഡ്. ഇപ്പോഴത്തെ നിങ്ങളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടൂല. അപ്പോൾ നിങ്ങളുടെ മറ്റൊരു വേർഷൻ വരണം. മറ്റൊരു വേർഷൻ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഇല്ലാത്ത ഒരാൾ വരാമെന്നുള്ളതല്ല. നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പ്രശ്നം തീർക്കാൻ പറ്റിയ മറ്റൊരു യാഥാർത്ഥ്യം, മറ്റൊരു മീനിങ് നിനക്കുണ്ട്, അത് നീ കണ്ടെത്താൻ സമയമായിരിക്കുന്നു. റൈറ്റ്? അതിനാ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കണേ. നമ്മളെപ്പോഴും നോക്കണം എന്താ, ഈ പ്രശ്നം എന്തുകൊണ്ടാവുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ, ഈ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്, ഈ മീനിങ്ങിൽ നിന്നുകൊണ്ട് അതിനൊരു റീസൺ ഉണ്ടാക്കാൻ പറ്റിയിട്ട് അത് ഇതുകൊണ്ടാന്ന് പറഞ്ഞാൽ വീണ്ടും ഈ റിയാലിറ്റി തന്നെ സമാധാനത്തിലിരിക്കുക. അതാ മടിയന്മാർ. അപ്പോൾ അവസാനം എന്നും പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ അതിപ്പോൾ നമ്മളെ വിധി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മളെ കുടുംബം, നമ്മളെ ജീവിതം അങ്ങനെയാണ്, ആ റിയാലിറ്റി തന്നെ ഇതാണെന്നുള്ള മീനിങ് കൊടുത്തിരിക്കുമ്പം വീണ്ടും അവർ സെയിം മീനിങ് അതിന് കൊടുത്തിരിക്കുക ആ പ്രശ്നത്തിന്. അങ്ങനെ നിങ്ങൾ സെയിം മീനിങ്ങിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ പുതുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ റിയാലിറ്റീസിന് പുതിയ മീനിങ്ങുകൾ കൊടുത്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിന് ഫ്ലോ ഉണ്ടാവില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ റിയാലിറ്റീസിൽ ഒരേ സമയം ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഒരേ സമയം ഒരുപാട് യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈഡഡ് ടോക്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മീനിങ് ഉണ്ടോ? നിങ്ങളിൽ തന്നെ വേറൊരാളല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീട്ടിലെ കുടുംബക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു റിയാലിറ്റിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേറൊരു മീനിങ് ആണ്. വീട്ടുകാർ നിങ്ങൾക്ക് തരുന്നത് വേറെ മീനിങ് ആണ്, നിങ്ങളപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നതും വേറൊരു മീനിങ് ആണ്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു മീനിങ്ങാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറൊരു റിയാലിറ്റിയാണ് എന്ത് ചെയ്യണത്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. ഇതിനെ വേറൊരു രീതിയിലൊരു കോൺട്രവേഴ്ഷ്യൽ തിയറി പോലെ പറയാറുണ്ട്. നമ്മൾക്ക് നമ്മൾ ഇവിടെ മാത്രമല്ല, പാരലൽ യൂണിവേഴ്സുകളിൽ ഒരുപാട് പ്രപഞ്ചങ്ങളിൽ നമ്മളുണ്ട്. അത് ഞാനിപ്പോൾ തൊടൂല, അത് തൊട്ടാൽ പിന്നെ സമയം അങ്ങ് പോകും, പിന്നെ കുറേ ആൾക്കാരെ കിളിയും പോകും. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകില്ല. ഇന്നത്തെ വിഷയം അതല്ല എന്നുള്ളതാണ്. ഞാൻ റൂമിനേറ്റിലേക്ക് പലപ്പോഴും അങ്ങനത്തെ കുറേ ചർച്ചകൾ ഇടാറുണ്ട്. ടൈമും സ്പേസും ഒക്കെ പറഞ്ഞ് അങ്ങനെ പോകാറുണ്ട്. മൾട്ടിപ്പിൾ റിയാലിറ്റീസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും യാഥാർത്ഥ്യത്തെ തീരുമാനിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന അർത്ഥങ്ങളാണ്. അപ്പോൾ മിക്കവാറും വ്യർത്ഥമായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ ജീവിത യാഥാർത്ഥ്യത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം മീനിങ്ലെസ് ആവും. ഇന്ന് ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ, മെജോറിറ്റി ആൾക്കാരുടെ പ്രശ്നം എന്താ, ലൈഫിനൊരു മീനിങ് കണ്ടെത്താൻ പറ്റില്ല. മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാണ് ഒരു മീനിങ് തരാൻ പറ്റുക? മീനിങ് ഇൻ ദ സെൻസ്, മീനിങ് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. വാക്കുകൾ പലതായിരിക്കും. ലൈഫിനൊരു എന്തോ ഒരു സാധനം അത് കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ
മീനിങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്താലും എന്ത് മീനിങ് ആയിട്ട് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ ഡയറക്ഷനിലേക്ക് കണക്റ്റഡ് അല്ലെങ്കിൽ ട്രൂത്തിലേക്ക് കണക്റ്റഡ് അല്ലെങ്കിൽ ഏത് പർപ്പസും ഏത് മീനിങ്ങും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീനിങ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ വെറുതെ ആയിപ്പോയി എന്നൊരു തോന്നൽ വരും. അതാർക്കാ വരാറുള്ളത്? അപ്പം മടുപ്പ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും കഴിഞ്ഞ പല മീനിങ്ങോട് കൂടി സമീപിച്ച പല കാര്യങ്ങളും പിന്നീട് മീനിങ്ലെസ് ആയി പോയ ബോധം ഓർമ്മയിൽ വന്നിട്ട് ഇതും അതുപോലെയാകോ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഇറങ്ങുക. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പുതിയ തുടക്കങ്ങളോട് മടി. അതിനനുസരിച്ച് തുടങ്ങാതിരിക്കുന്നില്ല, പക്ഷെ തുടങ്ങുമ്പോഴും ആദ്യത്തെ ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അപ്പം എന്നാലും ആ റൂമിനേറ്റ് പറഞ്ഞ എന്ത് പറ്റി, തന്ത വൈബായി തോന്നുന്നുണ്ട് അല്ലേ, ഒന്നിനൊരു വൈബ് കിട്ടണില്ല അല്ലേ. അപ്പം മറ്റു പലരും എന്തൂസിയാസ്റ്റിക് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് പല കാര്യങ്ങൾക്ക് ആവേശത്തോടു കൂടി ചടുലതയോടുകൂടി ചുറുചുറുക്കോടുകൂടി ഇറങ്ങി പുറപ്പെടുമ്പം നമുക്ക് അവരെ കാണുമ്പോൾ എന്താ മിക്കവാറും തോന്നാം, നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക ആക്കെ തുടക്കക്കാരൻ്റെ ആവേശമാണ്, നമ്മൾ എത്ര കണ്ടതാ, ഇതൊക്കെ എത്ര വരെ പോവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് മൂത്ത നെല്ലിക്കായിട്ടിരുന്ന് നമ്മളിങ്ങനെ ബാക്കിയുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന തന്ത വൈബിലെത്തുമ്പോഴാണ് നമ്മളും ആലോചിക്കുക ഞാൻ വളരെ മാറിയില്ലേ, എനിക്കിപ്പോൾ ഭയങ്കര പക്വത കൈവെക്കുന്നു എന്ന് തോന്നുന്നു, ഞാൻ എല്ലാത്തിനും കുറച്ച് പക്വതയിലാണ് നോക്കണേ. പക്വത ഈസിക്കൽ ടു ഉന്മേഷം കെടുത്തുക എന്നുള്ളതല്ല. പക്വത ഈസിക്കൽ ടു ചുറുചുറുക്ക് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതല്ല പക്വത എന്ന് പറയുന്നത്. പക്വത എന്ന് പറയുന്നത് നമ്മൾ പക്വമാകാന്ന് പറഞ്ഞാൽ നമ്മൾ പാകമാകലാണ്. പക്വത കൈവരിക്കുന്നത് പ്രായം കൊണ്ടല്ല, അനുഭവം കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പറയാം. പക്വത കൈവരിക്കുന്നത് നമ്മൾ അവനവനെ കുറിച്ചുള്ള ആത്മജ്ഞാനത്തിൻ്റെ തലത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ എത്രത്തോളം എന്നെ മനസ്സിലാക്കി, അതാണ് പക്വത. ഞാൻ എത്ര ലോകത്തെ മനസ്സിലാക്കി എന്നുള്ളതല്ല. നിങ്ങൾ ലോകത്തെ ജനറൽ നോളജ് വെച്ചിട്ട് ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് കൊടുത്തൊരു മീനിങ് ഉണ്ട്, ഞാൻ ഇതേ ഉള്ളൂ എന്ന ഫ്രെയിമിനുള്ളിൽ വെച്ചിട്ട് ഇത്രയും വിശാലമായ ലോകത്തെപ്പറ്റി നിങ്ങളെല്ലാം പഠിച്ചാലും ആ ലോകത്തെ കൊണ്ടുവെക്കുന്നത് ഒരു കുഞ്ഞു ലോകത്തേക്കാണ്. ആ ലോകം മൊത്തം നിങ്ങൾ ചെറുതാക്കി കളയാണ്. മനസ്സിലായല്ലേ? അപ്പം ഇങ്ങനെയല്ല പക്വഭാവം എന്ന് പറയുന്നത്, അത് ഉണരുന്നത്, അത് വളരുന്നത്, അത് വികസിക്കുന്നത് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിലൂടെയാണ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ദിനം കഴിയുന്തോറും നമ്മളെ അറിയുന്നത്, നമ്മളെ മനസ്സിലാക്കുന്നത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അത് താഴോട്ടാകരുത്. ഇന്നലെ ഞാൻ കരുതി ഞാൻ ഭയങ്കര സംഭവമാണ്, ഇന്ന് തോന്നി ഞാൻ ഒന്നുമല്ല, നാളെ വട്ടപൂജ്യമായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മൈനസിലേക്കാണ് പോണത്. അങ്ങനെ നിങ്ങൾക്ക് ചിന്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ എവിടെ എത്തുമെന്ന് എനിക്കറിയാം, മൊത്തത്തിൽ തീരാൻ പോവാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവല്യൂഷൻ എന്ന് പറയുന്നതിലൂടെയാണ് ഈ എല്ലാം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രകൃതി പ്രപഞ്ചമൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവോൾവ് ചെയ്യുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പം നമ്മൾ ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെറ്ററായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറിയുന്നതിലൂടെ നമ്മൾ ഹാർമോണിയസ് ആയിരിക്കും, നമ്മൾ കാമായിരിക്കും, എല്ലാത്തിനും കയറിയിട്ട് നമ്മൾ ഇടപെടൂല, എല്ലാത്തിനോടും നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല, എല്ലാത്തിനും മറ്റുള്ളവർ കാണാത്തൊരു തലത്തിലുള്ള അർത്ഥം, അതിനെല്ലാത്തിനും മീനിങ് കൊടുക്കുന്ന തലത്തിലുള്ള ഒരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിരിക്കും. അതിൽ നിന്നും വരുന്നൊരു പക്വതയുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പക്വത ഉണ്ട്. എന്താ? ഓരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാത്തേ. അതിനെ നമ്മൾ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയല്ല, ഉള്ളിലപ്പോൾ കൊണ്ടിട്ടുണ്ട്, ഉള്ളിൽ അരിശം വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം തന്നെ കണ്ടേ, പക്ഷെ എന്താ പറഞ്ഞ് മടുത്ത, അതുകൊണ്ട് ഞാൻ വിട്ടതാ എന്ന കോലത്തിലാണെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറിയിട്ടില്ല. നിങ്ങൾ അതിന് കുറച്ച് അർത്ഥത്തിന് ഇനിയും മാറ്റങ്ങൾ വരേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ദ മെച്യൂരിറ്റി ഔട്ട്കം ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ എന്താണ് അപ്പോൾ എല്ലാത്തിനും മീനിങ് കൊടുക്കുന്ന എന്തോ ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിനെ അന്വേഷിക്കുമ്പോഴാണ് എല്ലാം മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത്. അങ്ങനെ അന്വേഷിക്കുന്നവരെയാണ് നമ്മൾ പറയുക എ സീക്കർ, ഒരു അന്വേഷി. ആ അന്വേഷണം തുടങ്ങുന്നത് അവിടെ നിന്നാണ്, അവനിൽ നിന്നുമാണ്. അവനിലേക്ക് കടക്കാതെ, നമ്മളിലേക്ക് ചേരാതെ, നമ്മളെ അന്വേഷിച്ച് തുടങ്ങാതെ അത് നടക്കുന്നില്ല എന്നല്ല. ആ അർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് തോന്നുന്ന ഏക പരിപാടിയായിരിക്കും ചിലപ്പോൾ ഈ ഗൈഡ് ടോക്കൊക്കെ. ഞായറാഴ്ച ദിവസം രാവിലെ 6:30 കാസർഗോഡ്, കോട്ടയം, എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നത്? പല ഭാഗത്തു നിന്ന് ആൾക്കാരുന്ന്, എവിടുന്ന്? കണ്ണൂർ, തൃശ്ശൂർ തുടങ്ങിയ എല്ലാത്തിടത്തു നിന്നും ഒരു അർത്ഥവും ഇല്ല എന്ന് തോന്നുന്ന, ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് തോന്നുന്ന രൂപേണ നിങ്ങളിവിടെ വന്നിരിക്കുന്നു. പക്ഷേ എന്താണ് ഇതിന് അർത്ഥം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, എന്താപ്പം കിട്ടുന്നു നിങ്ങൾക്ക് പറയാനുള്ള നാട്ടുകാരോട്? പൊരിച്ച പത്തിരിയും ചായ.
അതിനപ്പുറത്തേക്ക് എന്തുണ്ട് ചോദിച്ചാൽ നമുക്ക് എന്തുണ്ട് എങ്ങനെയെന്ന് പറയാൻ അറിയില്ല. കാരണം നമ്മൾക്ക് നമ്മളെ തന്നെ കൂടുതലായിട്ട് മീനിങ് ഫുൾ ആയിട്ട് അറിയാൻ പറ്റുക എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണതല്ല ഒരിക്കലും. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എത്തി ചോദിച്ചാൽ നിങ്ങളും ഈ ഓൺലൈനിൽ ഇരിക്കുന്ന 400-നടുത്തുള്ള എല്ലാവരും പാർട്ടിസിപ്പൻസും നിങ്ങൾക്ക് എല്ലാവർക്കുള്ളിൽ ബെറ്റർ ആയിട്ടുള്ള നിങ്ങളെ അന്വേഷിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്കർ ഉണ്ട്. ആ സീക്കർ പാത്തിലുള്ളവർക്ക് മാത്രമേ മൾട്ടിപ്പിൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഏകമായ ഒന്ന് എന്ന് പറയുന്ന ഏകമായിരിക്കുന്ന സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നായിരിക്കുന്ന ഏകമായിരിക്കുന്ന സത്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിൽ നിന്നും അടുത്തത് അന്വേഷിക്കുന്ന ഒരു എവല്യൂഷൻ ജേണിയിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിനും മീനിങ് കൊടുക്കുന്ന എലമെൻറ്റ്. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇക്വേഷൻ പോലെ അത് കണ്ടെത്താൻ അതെന്താ നമുക്കറിയാം. എല്ലാത്തിനും മീനിങ് കൊടുക്കണേ പഠിച്ചോനാ, അതെല്ലാവർക്കും അറിയാം. അതാണ് ഉത്തരം എന്ന് ആദ്യം അറിയാം. പക്ഷെ പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗോഡ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ദാറ്റ് ഫാക്ടർ ഈസ് എക്സ്. സ്കൂളിൽ എഴുതി ഓർമ്മയില്ലേ? അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഒരു സങ്കല്പമാണ്, ഒരു എക്സ് ഫാക്ടർ ആയിട്ട് നമുക്ക് എടുക്കാം. സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. എല്ലാത്തിനും മീനിങ് കൊടുക്കുന്ന എന്തോ ഒരു ഘടകം, ആ ഘടകത്തെ നമ്മൾ എക്സ് ആയിട്ട് കാണുന്നു. എന്താണെന്നൊന്നും അറിയണ്ട, എക്സ് ആയിട്ട് കാണുന്നു. എക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ആ ഘടകത്തെ കണ്ടെത്താൻ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് എന്താണ്, ഇപ്പോഴത്തെ ഞാൻ എന്താണ്, അതാണ് എനിക്ക് തന്നിട്ടുള്ള ആകെയുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുക. പക്ഷേ ദർ ഈസ് എൻ എക്സ് എലമെൻറ്റ്. എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, അതെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ആ എലമെൻ്റ് വരുമ്പോഴാണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പം അത് മീനിങ്ലെസ് ആണ്, അത് പർപ്പസ്ലെസ് ആണ് എന്നൊക്കെ തോന്നുന്ന വിഷയത്തെ ആ ഘടകം കടന്നു വരുമ്പോഴാണ് അത് കളർഫുള്ളായിട്ട്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് വേർഷനായിട്ട് മാറ്റുന്നതെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇപ്പോഴത്തെ മീനിങ്ങിനെയും ഇപ്പോഴത്തെ റിയാലിറ്റിയെയും അത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നത് നോക്കി നിൽക്കെ തന്നെ അതിനൊരു ഭാഗത്ത് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റണം. പക്ഷെ ആളുകളെ ട്യൂൺ ചെയ്തിരിക്കുന്നത്, ട്രെയിൻ ചെയ്തിരിക്കുന്നത് പരിഹാരത്തെ തേടുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ കാരണം കണ്ടെത്താനാണ്. നമ്മളെല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറയാറുണ്ട്, ചില കാര്യങ്ങൾ അതിൻ്റെ കാരണം അന്വേഷിക്കാത്തതാണ് നല്ലത്. കാര്യം നടക്കലല്ലേ വിഷയം. എല്ലാത്തിൻ്റെയും കാരണം അറിയുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരൊറ്റ കാര്യം അറിയുന്നതിലൂടെ നിങ്ങൾ ഇതുവരെ അറിയാത്ത എന്നാൽ വൈകി അറിയുമായിരുന്ന ഒരു വിഷയം, കുറേ കാരണങ്ങൾ നിങ്ങൾക്ക് മുന്നേ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ നമ്മളുടെ മാനസികാവസ്ഥ വെച്ചിട്ട്, ജീവിത യാഥാർത്ഥ്യം വെച്ചിട്ട് അതിന് ഒരൊറ്റ കാരണമേ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നമ്മളുടെ ബുദ്ധിയിൽ ഉദിച്ച കാരണമാണ്. അപ്പോൾ നമ്മളൊരു ഡിവൈൻ ലെൻസിൽ എന്താണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഡിവൈൻ ലെൻസിലാണ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, അത് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും ഭയങ്കര ഹ്യൂജ് ആയിരിക്കും, അതിൻ്റെ റിവാർഡും ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. അത് കണ്ടെത്തൽ നമ്മളെ പണിയല്ല, അത് അറിയിച്ചു തരുന്നതാണ്. നമ്മൾ കണ്ടെത്തുന്നതല്ല, അത് നമുക്ക് അറിയിച്ചു തരുന്നതാണ്. അപ്പം കാരണം സംവിധാനിച്ചവൻ അവനാണ് കാര്യമായവൻ. കാരണം സംവിധാനിച്ചവനെ അറിയിച്ചു തരാൻ പറ്റും കാരണം എന്താണ്. പക്ഷെ നമ്മൾ കാരണം തേടി പോണ് നിർത്തിയിട്ട് നമ്മൾ എന്ത് തേടണം? കാരണം അറിയിക്കുന്നവനാരോ അവനെ തേടണം. അതാണ് ആ എലമെൻറ്റ്. ഇതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇന്നലത്തെ റൂട്ട് നൈറ്റ് സെഷനിൽ ഞാൻ ഹീലിംഗ് ബേസ് ചെയ്ത കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാത്തിനും അത് യുക്തിയുടെ തലമാണ്. കാരണം കണ്ടെത്തണം എന്നുള്ളത് യുക്തിയുടെ തലമാണ്, യുക്തിയാണത്. ശാസ്ത്രീയമായിട്ട് യുക്തി തലത്തിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ, അതിൻ്റെ കാരണം എന്താ, കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് യുക്തിയുടെ തലമാണ്. എന്നാൽ കാര്യം എന്നത് യുക്തിയുടെ തലമല്ല. കാര്യം എന്താണ് എന്ന് മനുഷ്യന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും മനുഷ്യൻ കാരണങ്ങൾക്ക് പിറകെ തന്നെ, യുക്തിക്ക് പിറകെ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം കിട്ടൂല, എല്ലാത്തിൻ്റെയും കാരണം കിട്ടും. പൂവിന് പച്ച ആയത് എന്തുകൊണ്ടാണ് അല്ലേ? റെയിൻബോക്ക് 7 നിറങ്ങളായത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒക്കെ കാരണം നമുക്ക് കിട്ടും, GPT-നോ ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഇതിൻ്റെയൊക്കെ പിറകിലെ കാര്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാൻ തോന്നൂല, കാരണം യുക്തി അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ വളരെ ബിസി ആയിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണം എന്താ ഇതിങ്ങനെ കണ്ടെത്താനാണ്. ഇനിയോ ചെറുപ്പം മുതലേ നമ്മളെ പരിശീലിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്, നമ്മളെ വീട്ടിൽ പരിശീലിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ആദ്യം പനി വന്നാൽ ഡോക്ടറിൻ്റെ കാരണത്തിന് മുന്നേ ഉമ്മക്കൊരു കാരണം ഉണ്ടാവും, വല്യമ്മക്ക് വേറൊരു കാരണം ഉണ്ടാവും, വല്യാപ്പക്ക് അതിൻ്റെ മുകളിൽ വേറൊരു കാരണം ഉണ്ടായിരിക്കും.
ഒക്കെ കഴിഞ്ഞ് രാത്രി പണി കഴിഞ്ഞായിരുന്നു ഉപ്പക്ക് അതിന് വേറൊരു കാരണം പറയണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുമ്പോൾ റോഡിൽ നിന്ന് കണ്ടവർക്കൊക്കെ വേറെ വേറെ കാരണങ്ങളുണ്ടായിരിക്കും. അവസാനം ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടറിന് വേറെ ഒരു കാരണം ഉണ്ടായിരിക്കും. എല്ലാവരുടെ കാരണം കൂടി കേടുമ്പോൾ ഇതെല്ലാം കാരണമാണ്. ഇതിനെല്ലാത്തിനും പങ്കുണ്ട്. കാരണം ഒരു കാര്യം ഒരുപാട് കാരണങ്ങളിലൂടെ മാത്രമേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ. ഒരുപാട് കാരണങ്ങളില്ലാണ്ട് ഒരു കാര്യത്തിന് ഇവിടെ സംഭവിക്കാൻ പറ്റില്ല. കാരണം വി ഓൾ ആർ കണക്റ്റഡ്, റൈറ്റ്? ഇപ്പോൾ എൻ്റെ വീട്ടിലെ പട്ടിക്ക് പനി വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുട്ടിക്ക് പനി വരാ എന്ന് പറഞ്ഞാൽ ആ വെള്ളം കുടിച്ചു, ആ ഭക്ഷണം കഴിച്ചു എന്നത് മാത്രമല്ല, ആ ഭക്ഷണം വേറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട്, അവർക്ക് പനി വന്നില്ല. അപ്പം ഈ കുട്ടിക്ക് ഈ ഭക്ഷണം കഴിച്ചതൊരു കാരണമായിട്ടുണ്ട്. അതിനോടൊപ്പം വേറെ ചില കാര്യങ്ങളും കൂടിയുണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ചപ്പോൾ പനി എന്ന ഈ കാര്യം സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മളൊരു വിഷയത്തെ പഠിക്കുമ്പം ജസ്റ്റ് പനിയില്ലേ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്, എവിടാ താമസം, എങ്ങനെയാ വീട്ടിലെ സിറ്റുവേഷൻ, ഇതൊക്കെ സ്കിപ്പാടാ. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഡോക്ടർ ചോദിക്കണേ? അവിടെ എങ്ങനെയുണ്ട്? അങ്ങനെ പനിയിലേക്ക് വരി, പനിയാ പ്രശ്നം, പാരസെറ്റമോൾ ഡോളം കണ്ടെടുക്കുക. ഇതാ നമ്മൾ തിരക്കില്ല. പക്ഷെ എന്തിനാണ് ചോദിക്കണത്? അതിന് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാരണം കൊണ്ട് പനി വന്നു ഒറ്റയടിക്ക് തീർത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൂട്ടോടുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിന് മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്, മൾട്ടിപ്പിൾ കോസുകളുണ്ട്. അതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് തിയറി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് എന്താണെന്ന് നമ്മൾ പിക്ക് ചെയ്യാതെ ഒരൊറ്റ റീസൺ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു രോഗമാണ്. ചെറുപ്പത്തിൽ നമ്മളെ തെറ്റായി പഠിപ്പിച്ച ഒരു രോഗമാണ് എക്സാമിന് മാർക്ക് കുറഞ്ഞത്. ഒറ്റ കാരണം അത്. വേറെ എന്തൊക്കെയുണ്ട്? എക്സാമിന് മാർക്ക് ഒരാളാണ്, അതെനിക്ക് പനിയല്ലേനോ. എടാ അതേ ക്ലാസ്സിൽ പനി പിടിച്ച 3 പിള്ളേരുണ്ട്, ഒരു നല്ല മാർക്ക് അടിച്ച്. അപ്പോൾ അവർക്ക് പനി മാത്രമല്ല എനിക്ക് പിന്നെ ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അതാണല്ലേ, അതെന്താ അത് പിന്നെ എനിക്ക് അന്ന് മടിയും ഉണ്ടായിരുന്നു. അപ്പോൾ മടിയും കാരണമാണ് അല്ലേ? മടി മാത്രമല്ല കാരണം, മടിയുള്ള പിള്ളേരുണ്ടല്ലോ, എനിക്ക് എന്നിട്ട് മാർക്കുണ്ടോ, നല്ല മടിയനല്ലേ. അത് മാത്രമല്ല, പിന്നെ എനിക്ക് എക്സാം ചെയ്തപ്പോൾ പേടിയുണ്ടായിരുന്നു. അപ്പോൾ കാരണങ്ങൾ ഇങ്ങനെ ഘോഷയാത്ര, ഈ എല്ലാ കാരണങ്ങളും കൂടി സമ്മേളിച്ചപ്പം ആ കാര്യം ഉണ്ടായി. എന്താ പറയുക, ഒരു കാര്യം നടക്കാൻ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിറകിൽ സംവിധാനിക്കുന്നുണ്ട്. അതാണ് കാരണങ്ങളെ സംവിധാനിച്ചവൻ. എന്നാ സംഭവിക്കണേ? അപ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം ഈ ഭൂമിയിൽ കിട്ടുമ്പം നിങ്ങളുടെ മുന്നിലൊരു കാരണമുണ്ട്. ഇന്ന ഒരു കാരണം കൊണ്ട് എനിക്കത് കിട്ടി, അത് മാത്രം ആവരുത്. ഞാൻ ജോലിക്ക് പോയത് കൊണ്ട് എനിക്ക് അന്നത്തിനുള്ള കാശ് കിട്ടിയത് കൊണ്ട് ഞാൻ അന്നം കഴിച്ചു. അപ്പം ഭക്ഷണം എന്ന കാര്യം കിട്ടാനുള്ള കാരണം ഞാൻ ജോലിക്ക് പോയി, ഞാൻ അധ്വാനിച്ചു, അതുകൊണ്ട് എനിക്ക് സാലറി കിട്ടി. അത് മാത്രമല്ല, അങ്ങനെ ഒരു ജോബ് തരാൻ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാക്കി, അതൊരു കാരണം. അതിൽ ഇങ്ങനൊരു ജോബിൻ്റെ സാധ്യത ഉണ്ടായി, മറ്റൊരു കാരണം. ഇനി ആ പൈസ കിട്ടിയോണ്ട് മാത്രമല്ല, ആ പൈസക്ക് കണക്കായിട്ടുള്ള അന്നം വാങ്ങിക്കാനുള്ള ഷോപ്പ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അവൈലബിൾ ആകുന്നിടത്ത് തന്നെ തുടങ്ങുകയും ചെയ്തു, അങ്ങനെ ഒരു കാരണം. ആ ഷോപ്പിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വാഹനമൊക്കെ ഓടിച്ച് ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്ത് ഇങ്ങനെ കുറേ വാഹനത്തിൻ്റെ ആൾക്കാർ പ്രവർത്തിച്ചു, അത് മറ്റൊരു കാരണം. ഈ എല്ലാ കാരണങ്ങളും കൂടി കൂടിയപ്പോ ഈ പൈസ കൊണ്ട് കാര്യം ഉണ്ടായിട്ടുള്ളൂ, റൈറ്റ്? അഹങ്കരിക്കരുത്. ഞാൻ സ്വന്തം ഉണ്ടാക്കി തിന്നല്ലേ, അങ്ങനെയൊക്കെ ചിലർ പറയാം. ഞാൻ ആരും ചെലവിലൊന്നും അല്ലല്ലോ. എടാ നീ എല്ലാവരുടെ ചെലവിലാ. ഈ ചെലവ് എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ജൂൺ 21 രാവിലെ പൊരിച്ചപത്തിരി കഴിക്കാൻ എത്ര വർഷം മുന്നേ അതിനുള്ള അരി മുതൽ എല്ലാ സാധനവും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇടിച്ച പൊടിച്ച മില്ലുകാരനെ നിങ്ങൾ കണ്ടോ? അത് കുഴച്ച ആൾ നിങ്ങൾ കണ്ടോ? അത് കാണാതിരിക്കണം നല്ലത്. ചിലപ്പോൾ അവരൊറ്റ കാരണം മതി ഈ കാര്യം മൊത്തം പോകാൻ, അല്ലേ? അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അതിൻ്റെ പിറകിൽ എത്രയോ കാരണങ്ങൾ ഒരുമിച്ച് കറക്റ്റായിട്ട് ടൈംലി നടന്നപ്പം ആ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഓൺ ടൈമിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതും മാത്രം മതിയോ? ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ ആ പൊരിച്ച പത്തിരി എത്തി, പക്ഷെ നിങ്ങളുടെ മനസ്സിനൊരു കാരണം, ഇപ്പം വിശക്കില്ല, ഇപ്പം മൂടില്ല. പണ്ടൊക്കെ അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ നിന്നാലും ഭക്ഷണം പോലും ആരും കഴിക്കില്ലായിരുന്നു. ഇപ്പം പണ്ടത്തെ ഒരു ഇതൊന്നും ഇല്ലാന്നുണ്ട്. എല്ലാവരും വന്നിരുന്നാൽ തന്നെ എവിടെ ഞാൻ വന്നല്ലോ, ഇങ്ങനെന്താ പ്രശ്നം, എത്തിയില്ലേ. അപ്പം ഇങ്ങനെ നിങ്ങളെ മനസ്സിന് അങ്ങനെ ഒരൊറ്റ കാരണം തോന്നാണ്. ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു പത്തിരി എത്തിച്ചിട്ട് നിങ്ങളെ മനസ്സിന് തോന്നാണ് ഇപ്പം വേണ്ട, ആ ഒരൊറ്റ കാരണം മതിയാവും, ബാക്കിയുള്ള കാരണങ്ങളിൽ ഒരു കാരണം മിസ്സായി, ടൈമിലി ആയില്ലല്ലോ. അപ്പം ഈ ഖദർ ഖലാ നമ്മൾ പറയല്ലേ, നേരത്തെ നിഷിത പറഞ്ഞു മക്തൂബ് എന്ന് പറയുന്ന സാധനം, ഈ സംഭവം ടൈംലി ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയൊരു വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിസ്റ്റം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണങ്ങൾ. അതിനിടയിൽ 1-2 സംഭവം എടുത്തിട്ട് ഇതാണ് കാരണം എന്ന് പറഞ്ഞവൻ എത്ര മണ്ടനാ.
നമുക്ക് ഒരാൾ മാത്രം ഇപ്പോൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഒരാൾ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റൂല. ഒരാൾ പെട്ടെന്ന് നമ്മളോട് ദേഷ്യം പിടിക്കുക റോഡിലൂടെ പോകുമ്പോൾ, പോണവയ്ക്ക് അറിയാണ്ടൊന്ന് കൈ തട്ടിപ്പോയതാ, അത്രേ ഉള്ളൂ. അവിടെ എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തട്ടിപ്പോയപ്പോഴേക്ക് ഒരിക്കെന്തോ ഇതിന് മുന്നേ വേറെ വണ്ടി വന്ന് അവരെ ഇടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു അയാൾ അത്ര ദേഷ്യം പിടിച്ചില്ല. ഞാൻ സൈഡിലൂടെ പോയി കൈ ഒന്ന് തട്ടിയിട്ടുള്ളൂ, പക്ഷേ ആ സമയത്ത് എത്തും അയാൾക്ക് എന്നോട് പൊട്ടിത്തെറിക്കാൻ തോന്നി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, അയാൾ ഭയങ്കര കലിപ്പില്ല, അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിച്ചു, ഇതാണ് ഒരു കാരണം. മറ്റൊന്ന്, എൻ്റെ കൈ തട്ടിയോണ്ട് അയാൾ ദേഷ്യം പിടിച്ചു. അപ്പോൾ വണ്ടി തട്ടിയപ്പോൾ അയാൾ ദേഷ്യം പിടിച്ചിട്ടില്ല. അപ്പോൾ കൈ തട്ടിയത് മാത്രമല്ല ദേഷ്യം പിടിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെയും ചില കാരണങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു, എന്നോട് ദേഷ്യം പിടിക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ആ വ്യക്തിയെ മാത്രം കാണൂല കാരണമായിട്ട്. അതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരുപാട് കാരണങ്ങളും കൂടി കണക്റ്റഡ് ആകുമ്പോഴാണ് സംതിങ് ഹാപ്പൻസ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഒരുപാട് കാരണങ്ങൾ ചേർന്നിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. എന്നാൽ നിങ്ങൾ ചോദിക്കുക, മനുഷ്യന്, നിസാരനായിട്ടുള്ള മനുഷ്യന് ഈ എല്ലാ കാരണങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സെറ്റായി എന്ന് പറഞ്ഞാലും ഇല്ല. അപ്പം മനുഷ്യൻ എന്ത് ചെയ്യും, ഈ എല്ലാ കാരണങ്ങളും ഒന്നും എൻ്റെ കൺട്രോളല്ല. അപ്പം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ എൻ്റെ കൺട്രോൾ പോവും. എൻ്റെ കൺട്രോളല്ല എന്ന് പറയുമ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള കൺട്രോൾ പോവും, നമ്മൾ അനിയന്ത്രിതമാകും. ചില സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കല്ലേ, ഇതെല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ കൺട്രോളല്ല. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ പൊട്ടിത്തെറിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ പൊട്ടി തകർന്നു പോകും. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇനി പാകെ ചെയ്യാൻ പറ്റുക ഇതെല്ലാം ആരെ കൺട്രോളിലാണോ അതാണ് കാര്യം. അവിടേക്ക് നമ്മൾ മെല്ലെ സറണ്ടർ ചെയ്യും. കാരണം ആ കേന്ദ്രത്തിൽ നിന്ന് അത് ഫുള്ള് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ റോഡിലൂടെ പോകാൻ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിരിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ട്രാഫിക് റൂൾസ് പാലിച്ചിട്ടുണ്ട്, വേഗത നിയന്ത്രിച്ചിട്ടുണ്ട്, ലൈസൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതും വളരെ സൈഡിലൂടെ ഓരം പറ്റിയിട്ടാണ് പോണത്. ആരും തട്ടുന്നില്ല, ആരും തെറിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ചില ആൾക്കാർ പോണേ കണ്ടാലേ നമുക്ക് പേടിയാ. നമുക്ക് തോന്നുമോ ആർക്കും ശല്യം ഉണ്ടാക്കാണ്ട് പോവാണെന്ന്. ആക്ച്വലി എല്ലാവർക്കും ശല്യമായിരിക്കും. ചില ആൾക്കാർ അല്ല, ഞാനാരും ഉദ്ദേശിച്ചില്ല, ഞാനാരും പോണേ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അത്രമാത്രം ശ്രദ്ധ ഒക്കെ കേന്ദ്രീകരിച്ച് പോയിട്ടും അങ്ങനെ പോണാക്കിയാൽ പെട്ടെന്ന് ഒരു മരത്തിൻ്റെ കൊമ്പ് ബ്ലിം. എന്താ അപ്പോൾ അവിടെ വിഷയം? ഒന്നും നമ്മളെ കയ്യിലേ അല്ല. കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളെ തലയിൽ തന്നെ അത് വന്നിട്ട് നമ്മളെ സൈഡിൽ തന്നെ വന്നിട്ട് ഒറ്റ വീഴ്ചയാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ആ മരത്തിന് ഇത്ര ഡിഗ്രിയിൽ, ഇത്ര ആംഗിളിൽ, ഇത്ര പൊട്ടൻഷ്യലിൽ അതിങ്ങനെ വന്ന് ഇത്ര സമയം എടുത്തിട്ടാണ് ആ മരത്തിൻ്റെ കൊമ്പ് വീണത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണതല്ല. ഇനി കാറ്റടിച്ച് വീണെന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് വീഴാൻ പാകത്തിന് ഇത്ര ഡിഗ്രിയിൽ കാറ്റ് വരുമ്പോഴേക്ക് വീഴാൻ പാകത്തിന് എത്രയോ വർഷം എടുത്തിട്ടാണ് ആ മരം ആ ടൈമിലേക്ക് റെഡി ആയത്. മനസ്സിലായോ? ഇത്രയും വർഷം എടുത്തിട്ട്, ഇത്രയും സമയം എടുത്തിട്ടാണ് ആ മരം അതിന് വേണ്ടി തയ്യാറായതെന്നുള്ളതാണ്. അപ്പം അതിൽ ഒരുപാട് കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇത് നമ്മുടെ കയ്യിലല്ല. ഇങ്ങനെയാണ് വിഷയമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളെ കൺട്രോൾ ഒന്നെങ്കിൽ പോവും. അല്ലെങ്കിൽ നമ്മൾ ഇതെന്താണ്, ലൈഫ് ഭയങ്കര അൺഫെയർ ആണ്, ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ പരാതി പറഞ്ഞിരിക്കാം. വേറൊരു ഓപ്ഷൻ എന്താ, എന്തൊക്കെ ആണെങ്കിലും ജീവിച്ചാൽ പറ്റും. എന്തെപ്പോൾ എവിടെയാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര സേഫാണ്. ഈ ഭൂമിക്ക് വെറുതെ കുറേ കാലത്തെ കാരണങ്ങളെ കൊണ്ട് തോന്നാണ്, ഒന്ന് ഷെയ്ക്ക് ചെയ്താലോ, ഒന്ന് തീർന്നിലൊക്കെ നമുക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നിടത്ത് നമ്മൾ സേഫാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അറിയാതെ ഏതോ കാര്യത്തിൽ, നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ എവിടോ ഒരു യക്കീനിൽ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഉറച്ചു പോയതുകൊണ്ടാണ് നമ്മൾ വളരെ കൂളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു നിമിഷം പോലും ഇവിടെ ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയായിരിക്കും. എന്തും എപ്പോഴും സംഭവിക്കാം. അതെന്നാണ് ആങ്സൈറ്റി ഉണ്ടാവുന്നത്. ആ ആങ്സൈറ്റി കൂടിയിട്ടാണ് ഡിപ്രഷനായിട്ട് മാറുന്നത്. ആവശ്യമില്ലാണ്ട് ചിന്ത കൂടിപ്പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായി ആലോചിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ശരി തന്നെയാണ്, എന്തും എപ്പോഴും സംഭവിക്കാം എന്ന ചിന്ത അത് ആളുകളെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നു. ഞാൻ പറയുന്നു, കാരണങ്ങളെപ്പറ്റി കൂടുതൽ ഓർക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് പ്രശ്നമാണത്. റൈറ്റ്? കാര്യത്തെപ്പറ്റി കൂടുതൽ ഓർത്താൽ ഓവർ തിങ്കിങ് മൈൻഡ്ഫുൾനെസ്സാ. ആരാണിത് സംവിധാനിക്കുന്നവൻ? അവനെപ്പറ്റി ഇങ്ങനെ കുറേ നേരം ഓർത്തിരുന്ന് നോക്കിയേ, നിങ്ങളെല്ലാം ഓവർ തിങ്കിങ്ങും പോകൂലേ? എന്തൊക്കെ പറഞ്ഞാലും പഠിച്ചൊന്നും ഉദ്ദേശിച്ച പോലെ അല്ലേ, അവനല്ലേ സംവിധാനിക്കണേ. അങ്ങനെ കാര്യത്തെ തന്നെ ഓർത്ത് പോയൊക്കെ അപ്പം നിങ്ങൾ കണ്ടെത്തിയ മീനിങ്ങുകൾക്കൊക്കെ, കാരണങ്ങൾക്കൊക്കെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ സെർവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റീസൺസ് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കാര്യത്തെ പിടിക്കണോ കാരണത്തെ പിടിക്കണോ എന്ന്. കാര്യമാണ് കാരണങ്ങളെ സംവിധാനിച്ചത്. അതുകൊണ്ട് എല്ലാ കാരണത്തിൻ്റെയും കാരണം ആരാ ചോദിച്ചാൽ കാര്യമായവനാണ്. ആ കാര്യമായവനിലാണ് കാര്യാലയം. അപ്പം
നമ്മളിപ്പോൾ പറയാം, ഈ റോഡിലൂടെ ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് വണ്ടി ഓടിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് പോയാലും ഏതെങ്കിലും തലതെറിച്ച പിള്ളേർ ഒരു ട്രിപ്പിൾ വെച്ചിട്ട് ബും എന്ന് പറഞ്ഞ് പോണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാറ്റടിച്ച് നമ്മൾ വീണു, എങ്ങനെ പേടിച്ചിട്ട്, അങ്ങനെയൊക്കെയല്ലേ ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെ വീണോ? ഇനിയിപ്പോൾ ആകെയുള്ള വഴി എന്താ? അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആ വഴിക്ക് പോകണമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ട് ഞാൻ പോണ സമയത്ത് ഒരു വണ്ടി പോരുത്. അങ്ങനെ ആകുമ്പോൾ ഒരിക്കൽ എന്ത് ചെയ്യാം, നമ്മൾ പോണോടത്തേക്ക് വേണ്ടി മാത്രം നമ്മളെ ക്യാമറ ഉണ്ടല്ലോ എല്ലായിടത്ത് നോക്കി നമ്മൾ പോണ റൂട്ടിനൊക്കെ മുന്നേ തന്നെ ട്രാഫിക് സിഗ്നലൊക്കെ പറയാം, അവരെത്താനേക്ക് ഇവരൊക്കെ ബ്ലോക്ക് ആക്കിയോ, പൊയ്ക്കോ 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 പൊയ്ക്കോ. നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടതിന് ബാക്കിൽ ഒരുക്കി റെഡ് അടിച്ചാളും. ഇങ്ങനെ പോകുമ്പോൾ ഇത് കൊള്ളാലോ, എനിക്ക് മാത്രം എന്തോ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മാത്രം എന്തോ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ കിട്ടുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഒരേ വി ആർ ഗൈഡഡ്. അതെപ്പോഴേ സംഭവിക്കുള്ളൂ, ഈ ഒരുപാട് കാരണങ്ങൾ നമ്മൾ തകരാനോ വീഴാനോ ഉണ്ടായിരിക്കെ തന്നെ ഈ കാരണങ്ങളൊക്കെ സംവിധാനിച്ച കാര്യാലയത്തിലേക്ക് നമ്മൾ സമർപ്പിച്ച് കാര്യത്തെ തേടുമ്പോൾ എല്ലാത്തിനും മീനിങ് ഉണ്ടാക്കുന്ന, എൻ്റെ തലയിൽ കൊമ്പ് വീഴാനും വീഴാതിരിക്കാന്നുള്ളതും മീനിങ് തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചിരുന്നു കൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം പ്രാർത്ഥന, വണ്ടി കയറുമ്പം പ്രാർത്ഥന, യാത്രയിൽ പ്രാർത്ഥന, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിനും പ്രാർത്ഥന 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 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താവണം? അതിൽ കാരണങ്ങളെ ഓർത്തിട്ടാകരുത് പ്രാർത്ഥന, കാര്യത്തെ ഓർത്തിട്ടാകണം. ഇന്നിപ്പോൾ പോവാണ്, ഏതെങ്കിലും ഒരുത്തം വന്ന് കുത്തിച്ചാലോ, അപ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറയുമ്പോൾ ആ കുത്തിക്കണോൻ്റെ ആ സഖറ എന്ന് പറഞ്ഞാൽ അവനിക്കായിട്ടൊരു സാധനം കൂടി കൊടുത്തിട്ടാണ് പോണത്. മനസ്സിലായല്ലേ? അതാ മനസ്സിൽ. ആ സമയത്ത് നമ്മൾ കാരണത്തിലെ കണ്ടംപ്ലേറ്റ് ചെയ്യണേ, കാര്യത്തിലേക്ക് വന്നിട്ടില്ല, ഒന്നും വരാണ്ടിരിക്കാൻ എന്നുള്ള രീതിയിലേക്ക്. മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാരൻസൊക്കെ പ്രാർത്ഥിച്ചിടും. പാരൻസ് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ എന്താ കൂടുതൽ? ആക്സിഡൻറ്റിനെ പറ്റിയുള്ള ചിന്തയാണ് കൂടുതൽ. എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ വീണ്ടും കാരണങ്ങളെപ്പറ്റി പേടിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് ബന്ധാണെങ്കിൽ ഹർത്താലാണെങ്കിൽ വാഹനം ഒന്നും ഓടുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല. പോയിന്റ് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കാര്യമായതിനെ പിടിക്കുമ്പോൾ, കാര്യമായതിലേക്ക് ചേർന്നിരിക്കുമ്പോൾ, കാര്യാലയത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫേവറുകൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കാരണങ്ങളെ പിറകെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു കാരണമൊന്നല്ല, പല കാരണങ്ങളുണ്ട്. അപ്പം ഇതാണ് കാരണം എന്ന് മനസ്സിലാക്കി ആ കാരണം തന്നെ ഫിക്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആ കാരണത്തെ ഫിക്സ് ചെയ്യാൻ പറ്റിയ വേറെ കുറേ കാരണങ്ങളുണ്ട്, അതിലൂടെ അത് ഫിക്സ് ചെയ്യപ്പെടാം. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇതല്ലേ കാരണം, അതല്ലേ റെഡി ആകണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാരണങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റിയ അതൊന്നും തൊടാതെ തന്നെ വേറെ ഏതോ കാരണത്തിലൂടെയും അതിനെന്ത് ചെയ്യാം, റെഡിയാക്കാം എന്നുള്ളതാണ്. അത് പല രീതിയിലാക്കാം. അപ്പം ചില സമയത്ത് നമ്മൾ പറയാം പൈസ ഇല്ലാത്തതാ കാരണം, എന്നതാ കാരണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി ഇല്ലാത്തതാ കാരണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മാത്രം ഏതോ രൂപേണ ഏതോ ആൾക്കാർ നമ്മളെ ലൈഫിൽ നിന്ന് അത് നടത്തി തന്നങ്ങ് പോകും. എന്നിട്ട് എന്ത് പറയും? ഒറ്റ കാരണം പിടിച്ചിരിക്കരുത്, ആ മൂപ്പര് പഠിപ്പിക്കുന്നത്. പൈസ ഒക്കെ നിനക്ക് തരാം, പക്ഷെ പൈസ ഇല്ലാത്തത് മാത്രമാണെന്ന് വിധി ചെയ്താൽ നീ ആയിട്ടില്ല. ഏത് കാര്യത്തിൽ ലാക്കിങ് ഉണ്ടാകുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ചില മീനിങ്ങുകൾ അത് തെറ്റിച്ചിട്ട് ആ മീനിങ് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി തരുന്നതിലൂടെ അങ്ങനത്തെ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ കാര്യമായവൻ നമ്മളോട് എന്ത് കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്? ഇനി ഒറ്റ കാരണം വെച്ചിട്ട് ക്ലോസ് ചെയ്യരുത്, ഒരൊറ്റ വിഷയം വെച്ചിട്ട് ഒരൊറ്റ റീസൺ വെച്ച് ക്ലോസ് ചെയ്ത്. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഒരുപാട് കാരണങ്ങളെ തേടിപ്പോയാലോ നമുക്ക് ഭ്രാന്താവും ചെയ്യും. രണ്ടും പ്രശ്നമാണ്. സോ അതുകൊണ്ട് എപ്പോഴും സറണ്ടറൻസ്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സറണ്ടർ ചെയ്തതിന് ശേഷം ഇറങ്ങുക. ഇറങ്ങിയിട്ട് ഇങ്ങനെ എല്ലാം കൂടി കണ്ടുപിടിച്ചിട്ട് ഇപ്പം എനിക്ക് പോയിന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൂടുള്ളൂ. എനിക്ക് ഒരു പോയിന്റും കിട്ടാതിരിക്കുമ്പം ഏതോ ഒരു പോയിന്റ് ഉണ്ട്, എന്തോ ഒരു കാരണമുണ്ട്, അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അത് കറക്റ്റായിട്ട് ഏതൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് ആ എലമെന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ശരിയായ റീസൺസ്, അതൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ വെളിവാകും. അപ്പോഴറിയാം ഞാൻ വിശ്വസിച്ചൊന്നുമില്ലേന് കേട്ടോ, സംഭവം ഇപ്പോഴല്ലേ പഠിച്ചോനെ അറിയണത്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഭയങ്കര എന്നെ സ്നേഹിക്കണവരെന്നേനു, ഇപ്പല്ലേ മനസ്സിലായത്, ഇപ്പല്ലേ കാര്യം പിടി കിട്ടിയത്. അപ്പോഴാണ് വെളിവാകുന്നത്. ആ ചില കാരണങ്ങൾ കാര്യമായവൻ വെളിവാക്കുമ്പോൾ നമ്മളുള്ള വെളിവും പോവും, നമ്മൾ സ്തംഭിച്ചു പോകും. അപ്പോൾ അതിലൂടെയൊക്കെ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ ചീറ്റിങ് നേരിട്ട ആൾക്കാരുണ്ടായിരിക്കാം, ഒറ്റപ്പെടൽ നേരിട്ട ആൾക്കാരുണ്ടായിരിക്കാം,
പലതുണ്ടായ ആൾക്കാർ അവരിപ്പോൾ ആ ട്രോമയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ട്രോമയിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ അതിന് ആ മീനിങ്ങും ആ കാരണം വെച്ച് ഇങ്ങനെ ഇരിക്കുക. അതിലൂടെ കാര്യമായവൻ നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്തോ വെളിവാക്കി തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സറണ്ടറൻസ് ആണ്. ഏത് ഘടകമാണോ എല്ലാ കാരണങ്ങളും സംവിധാനിച്ചത്, എല്ലാത്തിനും മീനിങ് ഉണ്ടാക്കിയത്, നിങ്ങളുടെ ലൈഫ് മീനിങ്ലെസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മീനിങ്ലെസ് ആയ ലൈഫിനെ മീനിങ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നവൻ തന്നെയാണ് അതിനെ മീനിങ് ഫുൾ ആക്കാനും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൊടുത്ത അർത്ഥം മീനിങ്ലെസ് ആയതുകൊണ്ടാണ് അവൻ അതിൽ ഇടപെടാൻ പറ്റാത്തത്. പലപ്പോഴും നമ്മളങ്ങ് കൊടുത്തു കഴിഞ്ഞല്ലോ, അതിനെ ഞാൻ പറയാം നമ്മൾ വിധിച്ചു കഴിഞ്ഞല്ലോ. നമ്മളൊരു കാര്യം വിധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കായിട്ട് നിങ്ങൾ വിധി എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത ആ ഒരു റീസൺ ഇല്ല. ആ റീസണിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിധിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിധിക്കുന്നവൻ വിതച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിതച്ചതെന്താ? വിധി വിലക്കുകളെ വിധിക്കുന്നവൻ നിങ്ങൾക്കായിട്ട് വിതച്ചതെന്താന്ന് നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ കണ്ടെത്തിയ കുറച്ച് കാരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ വിധി എഴുതിയിട്ട് ഇത് വല്ലാത്ത വിധിയായിപ്പോയി പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? പഠിച്ചോൻ ചോദിക്കില്ല ആരാണ് വിധി 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 കൽപ്പിക്കുന്ന ആളാരാണ്? ഈയാണ്. എന്നിട്ട് വല്ലാത്ത വിധിയായിപ്പോന്ന് പല പറഞ്ഞേ ഞാനാണ്. അതെങ്ങനെ ശരിയാവാം? അങ്ങനെയല്ലേ എല്ലാ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയാകുന്നു നീ, എല്ലാത്തിൻ്റെയും അധിപനാകുന്നു നീ, നിന്നിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ മുൻകൂട്ടി എന്തും ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ അങ്ങ് വിധിച്ചിട്ടുണ്ട്. അപ്പല്ലേ വീണ്ടും 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 പറയല് നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാളെയും നിങ്ങൾ വിധിക്കാതിരിക്കുക. അങ്ങനെയല്ലേ? ഒരാളെയും വിധിക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് മനസ്സിലൊരു ജഡ്ജ്മെന്റ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിധി കൽപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു അധീനതയിലേക്ക് നിങ്ങൾ ചാടിക്കയറാണ്, അതിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞത് നിന്റെ വിധി മാറ്റണേന്ന്. അപ്പോൾ പഠിച്ചവൻ എന്താ പറയുക? ബാക്കിയുള്ളവരെ വിധി ഞാനാ നടത്തല്, ആ വിധിക്കുന്ന റോൾ കസേര ഒന്ന് ഇരിക്കും ഇറങ്ങ്, എന്നാലേ എനിക്ക് എൻ്റെ വിധി മാറ്റാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നമ്മളെല്ലാവർക്കും മീനിങ് ഉണ്ടാക്കി കൊടുക്കുക. ഇതുകൊണ്ടാട്ടോ, അതുകൊണ്ടാട്ടോ, ഇങ്ങനെ ആട്ടോ, മറ്റേതാട്ടോ എന്ന് പറയും. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ, ഇതാണ് കേട്ടോ എന്ന്. എന്നാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ചില മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ, ഒരിക്കൽ വെളിവാകും ശരിക്കും എന്താന്ന്, അവരത് ആരോടും പറയൂല, സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിരിക്കുക ചെയ്യുക. കാരണം അങ്ങനെ വെളിവാകുന്നത് വെളിവുള്ള ഒരാൾ എല്ലാവരോടും പോയി പറയില്ല. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴാണ് പ്രതിനിധി ആവാന്ന് പറഞ്ഞാൽ. എത്ര നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ, പ്രധാനപ്പെട്ട പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ, റോ ഏജൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് പല രഹസ്യങ്ങളും അറിയാം. ഓരോ ഇങ്ങനെ എല്ലാവരോടും പോയി പറഞ്ഞെടുക്കാം. അവരത് വളരെ കെപ്റ്റ് സീക്രട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും. അത് ഓർഡറിനനുസരിച്ച് മാത്രമേ അവരത് കൈകാര്യം ചെയ്യുള്ളൂ. ഇതേപോലെയാണ് കാര്യമായവനിൽ നിന്നും ആ കാര്യാലയത്തിൽ നിന്നും നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പറ്റുക. സോ ഒരു തീരുമാനം പൂർണ്ണമായിട്ടും നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഒന്ന്, ആരെയും വിധിക്കൂല. ആരെയും വിധിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ലൈഫിൻ്റെ കാര്യത്തിൽ തന്നെ മുൻകൂട്ടി വിധിക്കുന്ന സ്വഭാവം ഉണ്ട്, അത് ആദ്യം മാറ്റണം. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കൂല. കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പലതിനെയും മുൻവിധിയോടുകൂടി കണ്ട് പലതിനെയും മുൻകൂട്ടി തന്നെ വിധിച്ച് നടന്നു. പിന്നെ ആ ക്യാരക്ടറിൽ ബൈക്കിന് മാറ്റം വന്ന ആൾക്കാരുടെ ആ ബിഹേവിയറിൽ അതെപ്പോഴാണ് വന്നത്? അതെങ്ങനെയാണ് വന്നതെന്ന് അറിയോ? അവനവൻ അനുഭവം ഉണ്ടായി, ഞാൻ എന്നെ വിധിച്ച് വെച്ച പോലെ ഒന്നല്ല എൻ്റെ ലൈഫ്, മറ്റുള്ളവർ എന്നെ വിധിച്ച് വെച്ച പോലെയല്ല എൻ്റെ ലൈഫ്. ഈ തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ജീവിതത്തിൽ ആരും വിധിക്കൂലല്ലോ. അപ്പോൾ ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ല സൂത്രവാക്യം, ഷോർട്ട് കട്ട് എന്താ ചോദിച്ചാൽ ഞാൻ പറയും, നമ്മളെ വിധിച്ച് വെച്ച കുറച്ച് ശൈലികളുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പഠിച്ചോൻ്റെ വിധി എന്താ, പഠിച്ചോൻ എന്താ വിതച്ചത് എന്നറിയാനും അനുഭവിക്കാനും വേണ്ടി നമ്മൾ മനസ്സിനെ തുറന്നു വെക്കുമ്പം നമ്മൾ ക്ലോസ് ചെയ്തതൊക്കെ ഓപ്പണാക്കും. ആ ഓപ്പൺനെസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ അറിഞ്ഞതോ ഞാൻ മനസ്സിലാക്കി വെച്ചതോ ആയിരുന്നില്ല അല്ലേ ഞാൻ. ഈ തിരിച്ചറിവുണ്ടാകുമ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളെ മനസ്സിൽ നമ്മളോടൊപ്പം വിധിച്ച് വെച്ച കുറേ ആൾക്കാരുണ്ട്, ഓരൊക്കെ നമ്മൾ ഫ്രീ ആക്കും. ഇവരൊക്കെ ഫ്രീ ആക്കുന്ന സമയത്താണ് നമുക്ക് ലൈഫിൽ ഫ്രീ ഫ്ലോ ഉണ്ടാവുക. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ വിധിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധിയോടൊപ്പം നിങ്ങൾ കുറേ ആൾക്കാരെ കൂട്ടിക്കെട്ടിക്കണം. ചില രക്ഷിതാക്കൾ ചെയ്യുന്ന ക്രൂരത എന്താ? ഇത് നമ്മളെ വിധിയാ മക്കളെ എന്നിട്ട് മക്കളെ അതിൽ കൂട്ടി. അപ്പോൾ മക്കളെ എന്താ പഠിക്കുന്ന ഇക്വേഷൻ? നമ്മളെ വിധിയാ. എപ്പോഴാണോ ഉമ്മൻ്റെ വിധി മാറുന്നത് അപ്പോഴാണ് മക്കളുടെ വിധിയും മാറുന്നത്. കൂട്ടിക്കെട്ടിരിക്കുക. ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ആ വിധി ഒന്ന് സ്വമേധയാ മാറ്റാൻ തയ്യാറാകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാറുന്നു. അനുഭവമില്ലേ? കാരണം എന്താ? അവരെ വിധിയിൽ അവർ നമ്മളെ കൂട്ടിക്കെട്ടി കൊടുത്തു, നമ്മളുടെ വിധിയെ നമ്മൾ ഫ്രീ ആക്കിയപ്പം അവരെ കൂടി നമ്മൾ എന്താക്കാണ്?
ഫ്രീ ആക്കാണ്. അതാണ് ജനറേഷണൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ. ജനറേഷനായിട്ട് ചില കേസുകളുണ്ട്, പല തലത്തിലുള്ള ശാപങ്ങളുണ്ട്. മറ്റൊരാൾ പ്രാകാന്നുള്ളത് മാത്രമല്ല ശാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന, ദൈവത്തിൻ്റെ അധീനതയിൽ, പഠിച്ചവൻ്റെ അധീനതയിൽ, അവൻ്റെ ആത്യന്തികമായിട്ടിരിക്കുന്ന അവൻ്റെ പവർ ഹൗസിൽ നമ്മൾ നമ്മുടെ പവർ എടുത്തിട്ട്, നമ്മുടെ ഈഗോ എടുത്തിട്ട് നമ്മൾ അങ്ങ് വിധിച്ചു വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അതും നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്ന, പരമ്പരകളിലേക്ക് കൈമാറുന്ന ഏറ്റവും വലിയ ശാപമാണ്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കാം. അത് നമ്മളെ ജീൻസിലൂടെ ജനറേഷൻസ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്താണ് ആരെങ്കിലൊക്കെ ഭാഗ്യം സിദ്ധിച്ചെന്ന് പറയുമ്പോൾ ആരെങ്കിലൊക്കെ ആ കുടുംബത്തിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജനിക്കും. എനിക്കിപ്പോൾ പറയാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെല്ലാം അത് കേൾക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എടാ ഞാനോ മറ്റേ മൂവിയിൽ സലീംകുമാർ ഇരിക്കണേ ഞാൻ ഇപ്പം സെറ്റായി ഇനി ബാക്കി പറയും. അറ്റ് ദ മിനിമം നമ്മളാണിത് കേൾക്കുന്നതെങ്കിൽ, നമ്മളാണിത് അറിയുന്നതെങ്കിൽ, നമ്മളാണിത് കേൾപ്പിക്കാൻ തയ്യാറായതെങ്കിൽ, പല ആൾക്കാരെ ഞാൻ കടിക്കണം അവരുടെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ കൈയുടെ ഇന്നെക്കൊണ്ടോ എനിക്കോ എന്ത് ഇങ്ങനെ എന്ന് ചോദിച്ചിരിക്കും. അങ്ങനത്തെ ചോദ്യത്തിന് അവിടെ ഒരു സ്കോപ്പില്ല. നിങ്ങൾക്കാണിത് അറിയാൻ അവസരം കിട്ടിയതെങ്കിൽ മിക്കവാറും അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ പൊട്ടന് ലോട്ടറി അടിക്കാന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കൊക്കെ എങ്ങനെ എന്താ ഈ സംഭവിക്കണേ എന്ന് പറയാനുള്ള കാരണം ആ അവസ്ഥയിൽ നമ്മൾ അത്രമാത്രം കാര്യമായവനെ അത്ഭുതപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റേ, എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക, ഞാനൊരു ടൂളാവുവായി എന്ന് ചോദിക്കുമ്പം അങ്ങനെ തിരുത്താണ്. നീ വിധിച്ചതൊന്നുമല്ല മോനെ ജീവിതം, അങ്ങനെ ഒന്നുമല്ല ഞാൻ അനുഭവപ്പെടുന്നത്, ഞാൻ ഇടപെടുന്നത്. ഇങ്ങനത്തെ ഒരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വിധിയിൽ കുടുങ്ങിക്കിടന്ന ജീവിതങ്ങൾ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. അതുപോലെ ആരെങ്കിലും നമ്മളെ വിധിയാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അപ്പം തന്നെ അത് തിരുത്താനുള്ള ഉണർവുണ്ടാവും. നമുക്കത് അപ്പം തന്നെ തിരുത്തി കൊടുക്കാൻ പറ്റും. അപ്പം തന്നെ നമ്മളതിനെ കാണുന്നത് വേറൊരു ആംഗിളിലായിരിക്കും. നമുക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എത്രയോ വിധിയുടെ കെണിവലയിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ നിധിയിലേക്ക് ഫ്രീ ആക്കി വിടാൻ പറ്റുന്നു. ഇതിനേക്കാളും സൗന്ദര്യപൂർണ്ണമായിട്ടുള്ള വേറെ എന്ത് ജീവിതമാണ് വേണ്ടത്? അപ്പം ജീവിതത്തിന് മീനിങ് ഉണ്ടാവുക. കാരണം എനിക്ക് മീനിങ് ഉണ്ടായതെപ്പോഴാ? മീനിങ് ഇല്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുടെ ലൈഫിന് മീനിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയപ്പോഴാണ്. എങ്ങനെ ലൈഫിന് മീനിങ് കണ്ടെത്താൻ പറ്റുക? മറ്റുള്ളവരുടെ ജീവിതത്തിന് മീനിങ് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെയാണ്. ഇതൊരു കോംബോ പാക്കേജാണ്. നിങ്ങളുടെ മീനിങ് നിങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കാരണം ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾക്ക് മീനിങ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ജീവിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും ആൾക്കാർക്ക്, നിങ്ങൾ കാരണം. അല്ലാണ്ട് നിങ്ങൾ കാരണം വല്ലാത്തൊരു ജീവിത എന്നതാവരുത്. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു കാരണം നമ്മളാവരുത്. ഇവൻ കാരണം ഇവള് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ജീവിതം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആകരുത്. അവർക്ക് നമ്മളെ കൊണ്ട് ജീവിതത്തിന് മീനിങ് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ആ ഘടകത്തിലേക്ക് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇനിയും വിധിന്ന് കരുതി എഴുതി വെച്ച ചില സാധനങ്ങളുണ്ടെങ്കിൽ അതിനൊന്ന് തുറക്ക്. ആ വിധീൻ്റെ ഉള്ളിലൊരു നിധിയുണ്ട്, അതൊന്ന് തുറക്ക്. അതൊന്ന് വെറുതെ തുറന്നു വെച്ചോക്ക്. ഞാൻ ഇന്നലെ റൂമിനൈറ്റിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ലൈഫിൽ ഇത് ഏറ്റവും ടഫസ്റ്റാണ്, ഇതിലൊരു എന്ന് പറയുന്ന സാധനമല്ലേ, അത് നമ്മൾ അറിയാണ്ട് വിധിക്ക് വിട്ട സാധനമാണ്. എന്താ അതിലും എന്ന് ചിന്തിക്കാൻ നിങ്ങൾ. ഇത് അങ്ങനെയല്ല, അതിലും അവന് അതിലേക്കൊന്ന് തുറന്നു വെച്ചെടുക്ക്. വെറുതെ നമ്മൾ അറിയാണ്ട് പൂട്ടി വെച്ച ചില സാധനമുണ്ട്. ആ വിധിയുടെ കൂമ്പാരല്ലേ, ആ വിധിയായിട്ട് കൂമ്പാരമാക്കി വെച്ചതിൻ്റെ അകത്ത് നിങ്ങളെല്ലാ ഭൂതം ഉള്ളത്. ആ ഭൂതപ്രേത പിശാചികളൊക്കെ തുറന്നു വിടണം. നമ്മളുടെ ഈഗോ കൊണ്ട്, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മളുടെ ഹെൽപ്ലെസ്നെസ് കൊണ്ട്, നമ്മൾക്ക് പറ്റാത്തത് കൊണ്ട്, നമ്മൾ കേപ്പബിൾ അല്ലാത്തത് കൊണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ പൂട്ടി വെച്ച കുറേ സാധനമുണ്ട്. അപ്പം നമ്മൾ കേപ്പബിൾ അല്ലാത്തത് കൊണ്ട് കേപ്പബിൾ ആയവന് പ്രവർത്തിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് എന്തായത്, എനിക്ക് ചൂലെടുത്ത് അടിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് ചൂലേ വാങ്ങിക്കില്ല, ഒക്കെ അങ്ങോട്ട് കളഞ്ഞാണ്. എന്നാൽ അടിക്കാൻ ആരെങ്കിലും വന്ന് അടിച്ചോളൂ. അങ്ങനെ പോയിന്റ് ഉണ്ടല്ലേ, ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഗൈഡ്? അപ്പോൾ ഗൈഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചൂല ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ വാങ്ങി വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അത് വിധിക്ക് ഇങ്ങനെ വിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് ആർക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്താ വീട്ടിൻ്റെ കോലം മോളെ എങ്ങ് കാട്ടിക്കാന്ന് അറിയാൻ ഇങ്ങനെ അടിച്ചു തരും. അത് കൊള്ളാലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ. അങ്ങനൊന്നും ചിന്തിക്കരുത് പ്ലീസ്, മനസ്സിലായില്ലേ? വല്ലാത്ത വിധിയാണ് അതൊക്കെ. കാരണം എനിക്കങ്ങനെ അനുഭവമുണ്ട്. എനിക്കങ്ങനെ അനുഭവം ഒന്നുമല്ല, ചില ആൾക്കാരോട് ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ഒരു അങ്ങനെ എടുക്കും. ഓരുടെ വിധി എന്നല്ലാണ്ട് ഇപ്പം എന്താ നമ്മൾ പറയാ,
അല്ലേ? അങ്ങനത്തെ ആംഗിൾ മാത്രം എടുത്തുകൊണ്ടു അതാണ് പറഞ്ഞത്, ഗൈഡ് പറഞ്ഞേ കേട്ടില്ലേ, വിധിക്ക് വിടാനുള്ളത് നിങ്ങൾ അങ്ങനെ ആക്കാനാണ് പറഞ്ഞത്, അപ്പം ഇങ്ങനെ ഇനി ചെയ്യാം എന്നുള്ള കോലത്തിൽ. എന്നിട്ട് അതിന് കുറേ റെഫറൻസ് എടുക്കും. കണ്ടിട്ടില്ലേ, കാര്യമായവനിലേക്ക് സമർപ്പിച്ച ഭക്ഷണമൊക്കെ ഇങ്ങനെ തളികയിൽ ഇറക്കി കൊടുക്കുന്നറില്ലേ. എന്നിട്ട് ഞാനും മക്കളും 3-4 ദിവസം പട്ടിണി എടുക്കാം. ആ ഡിഗ്രിയിലേക്കൊന്നും ഇപ്പം നമ്മളായിട്ടില്ല. ചൂല് താനേ എങ്ങനെ അടിക്കുന്നത്, അങ്ങനെ അടിക്കണമെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്, അത് വാങ്ങിച്ചോ. അതാകുമ്പം റിമോട്ടൊക്കെ അതിങ്ങനെ ക്ലീൻ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഏതായാലും ഇങ്ങനെ വിധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തുറന്നു വെക്കണം. കാരണം അവിടെ ഡിവിനിറ്റിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുക. ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കേപ്പബിൾ അല്ലാത്ത എല്ലാ ഏരിയകളെയും വിധിക്കപ്പുറത്ത് വിധിയെ മാറ്റിമറിക്കുന്ന കാര്യത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തുറന്നു വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതിനുള്ളൊരു സ്ട്രെങ്ത് നമുക്കുണ്ടാവണം. അങ്ങനത്തെ സ്ട്രെങ്ത് ഉണ്ടാണെങ്കിൽ ചെറിയൊരു വിഷയത്തിലേക്കും അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് ഉണ്ടായാലും നമ്മളത് തുറക്കുള്ളൂ. ഗൈഡഡ് കോഡൊക്കെ ചെയ്തപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വരും. ഇതെങ്ങനെ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ മാറ്റി തുടങ്ങും. ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, മാറ്റങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിക്കാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, എളുപ്പത്തിലൊക്കെ ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകാം എന്നൊരു ഓപ്പൺനെസ്സിലായിരിക്കണം നമ്മളെപ്പോഴും ഇരിക്കേണ്ടതെന്നുള്ളതാണ്. സോ നെവർ കൺക്ലൂഡ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് ഒരു കാരണവശാലും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മീനിങ്ലെസ് ആയിട്ട് എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യാനേ പാടില്ല. വെറുതെ ഇവിടെ ഇരുന്നൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളുടെ ലൈഫിൽ മീനിങ്ലെസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിയാണ് അല്ല അത് അങ്ങനെയാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ആസ്പെക്റ്റുകളുണ്ടോ? വെറുതെ ചെക്ക് ചെയ്തൊക്കെ. അതിലിനി ഞാൻ പ്രത്യേകിച്ചൊന്നും അതങ്ങനെ ഇങ്ങനെ വെച്ചൊരു സാധനം ഉണ്ടോ നോക്കിയേ. നിങ്ങൾ അവിടേക്ക് ഹാർമണി, അവിടേക്ക് ഡിവിനിറ്റി, അവിടേക്ക് ലൈറ്റ് ഫ്ലോ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാം. കാരണം കുറച്ച് കാര്യങ്ങൾ ലീസൻസ് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, അത് ഫുള്ള് റെഡിയാക്കുക, അത് ഫുള്ള് അതൊന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ മൈൻഡിൽ എന്താ പറയുക, അതെങ്ങനെ റെഡി ആവാൻ, അതിപ്പോൾ എങ്ങനെ അത് റെഡി ആവില്ല എന്നുള്ളതില്ല. അവിടെ നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ദയവ് ചെയ്ത് എക്സിനൊന്നും പിടിച്ചിട്ട് കൊണ്ടുവെക്കരുത് അതിൽ. എനിക്ക് അതൊക്കെ അടിക്കണം ഇവിടെ ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രേക്കപ്പ് ആയത്. അത് വിധിയാന്ന് പറഞ്ഞാൽ ഞാൻ പൂട്ടിയതല്ല പഠിച്ചു. ഓനിപ്പോൾ പിന്നെ ഇതങ്ങനെ പ്രശ്നം. അങ്ങനെയൊന്നും അല്ല കേട്ടോ, കുറച്ച് ബുദ്ധിയോട് കൂടി ഇരിക്കണം, കുറച്ച് യുക്തിയോട് കൂടി ഇരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പൂട്ടി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അറ്റ് ദ മിനിമം നമുക്ക് ഈ പറഞ്ഞ കണക്കെ നോക്കുകയാണെങ്കിൽ അതിനെ വിധിയിൽ നിന്നും മാറ്റിയിട്ട് അതിൻ്റെ എന്തോ ഒരു നിധി ഉണ്ട്, അതിലേക്ക് തുറന്നു കൊടുത്തൂടെ? എങ്ങനെ കാര്യമായതിലേക്ക് തുറന്നു വെച്ച് കൊടുത്തൂടെ? എന്തോ ഒരു കാര്യമായതിലേക്ക്, ആ ഇക്വേഷനിലേക്ക് അതിനും എന്തോ മീനിങ് തരാനുണ്ട്, അതിലും എന്തോ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് തുറന്നു വെച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും ആദ്യം നമ്മൾ സറണ്ടറൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് തവക്കുൽ, ഫസ്റ്റ് കാര്യം നോക്കും, കാരണമല്ല നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്തിലേക്ക് നോക്കും? കാര്യത്തിലേക്ക് നോക്കും. കാര്യത്തിലേക്ക് നോക്കുന്ന കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ കാരണം താനേ വെളിവായി തുടങ്ങും. ഇപ്പം നമ്മൾ ഒരാളെ പ്രോസസ്സ് ചെയ്യുമ്പം, ഞാൻ കോച്ചസിനോട് പറയുന്നുണ്ട്, ഒരാളെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാരണം കിട്ടുക നമ്മൾ ആവശ്യം. കാരണങ്ങൾ പലതുണ്ടായിരിക്കാം. അപ്പോൾ പല കാരണങ്ങളും പിറകെ പോയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അപ്പം നമ്മളെന്താണ് ആദ്യം ചിന്തിക്കുക? ഈ കാരണങ്ങൾ മുഴുവനും സംവിധാനിച്ച ഒരു കാര്യത്തിൻ്റെ അംശം ഇവരുടെ ഉള്ളിലുണ്ട്. ആ കാര്യത്തിൻ്റെ അംശത്തിന് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇപ്പോൾ ആവശ്യമായിട്ടുള്ള അറിയേണ്ട കാരണം ഏതാണോ അത് കാണിച്ചു തരാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ പല കേസും പ്രോസസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷത്തിൽ കുറേ കാരണങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ വെളിവാകേണ്ട ഒരു കാരണമുണ്ട്, അതാ കിട്ടേണ്ടത്. അത് ചിലപ്പോൾ വേറെ സ്ഥലത്തൊന്നും പോയി അതായിക്കൊള്ളുന്നില്ല, അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ എനർജിയിൽ, ഇപ്പം നിൽക്കുന്ന എനർജിയിൽ, ഇപ്പം നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്താൽ ഇന്ന് ഒരു ലാബിൽ നിന്ന് ഒരു ടെസ്റ്റ് എടുത്താൽ ഒരു റിപ്പോർട്ടും 2 ദിവസം കഴിഞ്ഞ് വേറെ ലാബിൽ നിന്ന് ടെസ്റ്റ് എടുത്താൽ വേറെ റിപ്പോർട്ടും. അപ്പോൾ ഡോക്ടർ ഇപ്പം എന്താ നോക്കുക, ഇപ്പം വന്ന റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യാന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് എടുക്കുമ്പോൾ മാറിക്കണേ കുറച്ച് വേരിയേഷൻ ഉണ്ട്, ഇപ്പം സെറ്റാവില്ല. അപ്പം നിങ്ങളല്ലേ മെനിയാന്ന് അങ്ങനെ അറിയാം, അത് അന്ന് അങ്ങനെ അറിയാം, ഇപ്പോൾ ഇപ്പം ഇങ്ങനെ പറയും, നാളെ മാറ്റി പറയും.
അത് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെളിവാകുന്ന, ആ സമയത്ത് കിട്ടുന്ന കുറച്ച് ഡാറ്റാസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് ആ ഡിവൈൻ ടൈമിങ്ങിൽ അവൻ്റെ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിലൂടെ കയറി പിടിക്കാം. ആ ഓപ്പണിംഗ് തന്നെ എപ്പോഴും വർക്ക് ആയിക്കോളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ചില സമയത്ത് പ്രോസസ് ചെയ്യുമ്പോൾ ആ ഗൈഡ് അത് അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതേ സാധനം ഞാനും പറഞ്ഞു നോക്കട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞാൻ മൂസാ നബിൻ്റെ കഥ പറഞ്ഞില്ലേനോ, കഴിഞ്ഞ പ്രോഫറ്റ് മോസസിൻ്റെ കഥ പറഞ്ഞില്ലേനോ? വയറുവേദന വന്നപ്പോൾ കാര്യത്തെ പിടിച്ചപ്പോൾ കാര്യമായവൻ പറഞ്ഞു ആ ഇല കഴിച്ചോളൂ, പോയി കഴിച്ചു, ഹാവ് മാറി. അടുത്ത പ്രാവശ്യം വയറുവേദന എപ്പം അടിക്കാന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ കഴിച്ചപ്പോൾ ഒന്നും മാറി. ഇതെന്തേ? അതിനൊരു ടൈമിംഗ് ഉണ്ട്, അതിനൊരു ഗൈഡൻസ് ഉണ്ട്, അപ്പോൾ അത് റെഡിയായി. അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് കിട്ടണം. ഞാൻ കോച്ചസിനോട് പറയാതെ പറയുന്ന ഒരു സാധനമുണ്ട്, കാര്യത്തിൽ പിടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കാരണത്തെ അന്വേഷിക്കുന്നത്. നിങ്ങൾ കാര്യത്തിൽ മാത്രം പിടിക്കാം. കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് കാരണം ഇങ്ങനെ തുറന്നു വരും, ഒരു മാജിക്കാണ്. അപ്പം ഇങ്ങനെ വണ്ടർ മൊമെൻ്റ് ആയിരിക്കും. വാവ്, ഇതെങ്ങനെ, ഇതെങ്ങനെ അങ്ങനെ കാരണം വെളിവാക്കലാണ് കാര്യമായവൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കാര്യമായവൻ്റെ കാരണങ്ങളാണ്, അല്ലേ? അല്ലേന്ന് വെച്ചാൽ ആന്ന് പറയാൻ ശീലിച്ചിട്ട് അങ്ങനെയല്ല, ശരിക്കും പറയും, ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്നത് കാര്യമായവൻ്റെ കാരണങ്ങളാണ്. ശരിയാണോ? അതിൻ്റെ ഇടയിൽ അതൊരു കുട്ടി ചോദിച്ചിരിക്കുന്നത് കാര്യവും കാരണവും തമ്മിലുള്ള വ്യത്യാസം. ഇല്ലാത്തൊരു ചോദ്യമായിപ്പോയി അത്. ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എന്താ മനസ്സിലായത്? ഫ്ലോ പോയി. കാര്യവും കാരണവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. കാര്യം എന്നാൽ കാരണങ്ങളെ സംവിധാനിക്കുന്നത്. അതാണ് ഇന്നത്തെ ചർച്ചയിൽ പല ഡയമെൻഷനിൽ ഇത് പറയാം. ഇന്നത്തെ വിഷയം, ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഞാൻ കാര്യത്തെയും കാരണത്തെയും പ്രോസസ് ചെയ്യുക എങ്ങനെയാണ്? കാര്യം എന്നാൽ കാരണത്തെ സംവിധാനിക്കുന്നതെന്തോ അതാണ് കാര്യം. കാരണങ്ങൾ പലതായിരിക്കാം, കാരണങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം. കാര്യം എന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് കാരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈ പ്രപഞ്ചം മൊത്തം ഒറ്റ കാര്യത്തിന് വേണ്ടി സംഭവിച്ച കാരണമാണ്. മനസ്സിലായോ? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടായത്. എന്നിട്ട് കുറേ കാരണങ്ങൾ. ഏതോ ഒരു കാര്യത്തിന് ഈ പ്രപഞ്ചം ഇല്ലാത്തതായിരുന്നു, ഇല്ലേ? പ്രപഞ്ചം ഉണ്ടായിരുന്നില്ലല്ലോ. സമയം ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം സ്ഥലവും സമയവും ആവശ്യമില്ലാത്തവനാണല്ലോ പഠിച്ചോന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ അല്ലേ? അതൊക്കെ അറിയില്ല എനിക്ക്? വലിയ ഭാഗ്യം. അപ്പോൾ സ്ഥലവും സമയവും ആവശ്യമില്ലാത്തത്, കാരണം സ്ഥലം ഉണ്ടാക്കിയതാണ്, സമയം ഉണ്ടാക്കിയതാണ്. അപ്പോൾ സമയം ബാധിക്കാത്ത, സ്ഥലം ആവശ്യമില്ലാത്തതെന്തോ അതാണ് തമ്പുരാൻ. അപ്പോൾ അവൻ ഒരു കാര്യമാണ്. കാര്യമായ അവൻ എന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ട്, എന്തോ ഒരു കാര്യം ആകുന്ന ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഉണ്ടാക്കി, സമയമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സമയം എന്താണ്? ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാരണമാണ്. സ്ഥലം എന്നുള്ളത് ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാരണമാണ്. ആ കാര്യം എന്താ എന്ന് അന്വേഷിക്കുന്നവരാണ് സീക്കേഴ്സ്. എന്നാൽ സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലെ കാരണങ്ങളെ പഠിക്കുന്നവരാണ് സയൻറ്റിസ്റ്റുകൾ. എന്തുകൊണ്ടാണ് കടൽ അങ്ങോട്ട് ഒഴുകിയത്, പുഴ ഇങ്ങോട്ട് പോയത്, എന്താണ് മഴ അവിടെ പെയ്തത്, എന്തുകൊണ്ടാണ് അവിടെ ഭൂമി കുലുങ്ങിയത്, ഇതൊക്കെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കാരണങ്ങളായിട്ട് വന്നതല്ലേ. അപ്പം ഇതിൻ്റെ ഓരോ ലെയറിനെ പഠിക്കുന്ന യുക്തി കൊണ്ട് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിൻ്റെ എന്ത് കാരണം ആയിക്കോട്ടെ, ഇതിനെ ഫിക്സ് ചെയ്യാൻ ഈ കാര്യത്തിന് പറ്റൂലേ? ആ കാര്യം ഞാൻ ഇന്നലെ ചർച്ച ചെയ്ത്. പറയരുത്, പറയാനേ പാടില്ല, ഒരിക്കലും പറയരുത്, അടി കിട്ടും. ആ കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത്. ഏത് കാരണത്തെയും ഫിക്സ് ചെയ്യുന്ന കാര്യം, ആ കാര്യത്തിൽ ആ കാരുണ്യം ഉള്ളത്, എല്ലാം ഉള്ളത്, അതവിടെ നോട്ടെ ഒരു സർപ്രൈസ് ആയിട്ട്. അങ്ങനെയെങ്കിൽ അടുത്ത റൂമിനായിട്ടിനോ അല്ല, കാര്യത്തിലേക്കല്ലേ വിളിക്കുന്നത്, കാരണത്തിലേക്കല്ലല്ലോ. ഉള്ളതും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന എന്തോ ഒന്നാണ് കാര്യവും കാരണം. മനസ്സിലായില്ലേ? ചില തിയറികളെ പറ്റി, റിലേറ്റിവിറ്റി തിയറി ഒക്കെ ഉണ്ട്. ഈ റിലേറ്റിവിറ്റി തിയറിനെ പറ്റിയിട്ടൊക്കെ സയൻറ്റിസ്റ്റുകൾ പറയലേ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ്.
അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്നതിൽ കുറച്ചൊക്കെ മനസ്സിലാവും, കുറച്ചൊക്കെ കൺഫ്യൂസ് ആവും. ആ കൺഫ്യൂസ് ആകുന്നത് നിങ്ങളുടെ ലൈഫിന് മീനിങ് ഉണ്ടാക്കി തരും. കാരണം നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിൽ നിങ്ങളുടെ മൈൻഡ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാവണ പോലത്തെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി മീനിങ് ഇല്ല. മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അന്വേഷിച്ച് തുടങ്ങാം മീനിങ് ഉണ്ടാവുക. അത് നമ്മൾ തുറന്നിരിക്കുക എന്നല്ല, അല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല ഞാൻ ക്ലാസ്സിന് ഇല്ല എന്ന് പറഞ്ഞു അല്ല അവിടെ തന്നെ ഇരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഡൺ. അപ്പോൾ കാര്യമായ എന്തോ ഒപ്പിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, റൈറ്റ്? ആ കാര്യത്തെ തേടലാണ് ഒരു മനുഷ്യൻ്റെ പർപ്പസ്. എല്ലാവർക്കും ഇല്ലേ? നമ്മളിപ്പോൾ എന്തിനാ ഭൂമിയിലേക്ക് വന്നേ? എന്താ ഇപ്പം ജീവിതത്തിൻ്റെ അർത്ഥം? എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയേ? എന്തിനാ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയേ? നമ്മളിങ്ങനെ കാരണങ്ങളുടെ റീസൺ ചോദിക്കും. എന്തിനാ ഇപ്പോൾ സ്വർഗം ഉണ്ടാക്കിയേ? എന്തിനാ ഇപ്പോൾ നരകം ഉണ്ടാക്കിയേ? എന്തിനാ ഇപ്പം അങ്ങനെ ആക്കിയേ? എന്തിനാ ഇപ്പോൾ പഠിച്ചോൻ തന്നെ ഇബിലീസിനെ ഉണ്ടാക്കിയേ? എന്നിട്ട് നമ്മളെ മൂപ്പരെ കൊണ്ട് തന്നെ വഴി തെറ്റിക്കാൻ. ഇതൊക്കെ കാരണങ്ങൾ നമ്മൾ തേടണം. ഇപ്പോഴും നമ്മൾ എന്ത് തേടിയിട്ടില്ല? കാര്യം തേടിയില്ല. കാര്യം തേടാത്തടത്തോളം കാലം നിങ്ങൾക്ക് കാരണങ്ങളുടെ പിറകിലെ കാര്യമാകുന്ന സിറ് രഹസ്യം വെളിവാകൂല. അപ്പോൾ നമ്മൾ കാരണങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാരണങ്ങൾ കണ്ടുപിടിക്കും. ചെറുപ്പത്തിൽ കുട്ടി ചോദിച്ചാൽ അത് ഇതുകൊണ്ടാ മോനെന്ന് അറിയും. കുറച്ചുകൂടി വലുതായി ചോദിച്ചാൽ അത് വർക്കാവില്ലല്ലോ, അപ്പോൾ നമ്മൾ വേറൊന്നും അറിയും. അപ്പോൾ അടുത്ത വരുമ്പോൾ വേറൊന്നും അറിയും. ചില കുട്ടികളോട് ഇങ്ങനെ കല്യാണത്തിൻ്റെ ഫോട്ടോ കാണിച്ചായിരിക്കും, ഞാൻ ഇല്ലല്ലോ, ഞാൻ എവിടെയാണ് കല്യാണത്തിൻ്റെ സമയത്ത്, എന്നെന്താ കല്യാണത്തിന് കൂട്ടാൻ എന്ന് ചോദിക്കും. അപ്പോൾ അന്ന് ഈ സ്കൂളിൽ ഇല്ലടാ, അന്ന് എന്നെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കിയായിരുന്നു, അന്ന് അങ്ങനെ പറയും തൽക്കാലത്തേക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ 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 മാറ്റി പറയും. എന്താ പിന്നെ ചിരിക്കുന്നത്? ഇങ്ങനെ വല്ല ചോദ്യം ചോദിച്ചിനോ? ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം ചില സമയത്ത് ഈ ചെറിയ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവൻക്ക് ആ ഉത്തരത്തിലേക്ക് ആയ കാര്യം പറയാൻ സമയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് പറയാം, സമയമാകുമ്പോൾ ഒക്കെ വെളിവാകും, ടൈം ആകുമ്പോൾ ഒക്കെ വെളിവാകും. പക്ഷെ നമ്മളെ എന്തിലേക്ക് ചേർന്നിരിക്കണം? കാര്യത്തിലേക്ക് ചേർന്നിരിക്കുക എന്നുള്ള. അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിലാണ് ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ കാര്യമാണ് ഈ എല്ലാ കാരണങ്ങളിലൂടെയും ഉണ്ടാകുന്ന പ്രശ്നം തീർക്കാൻ പറ്റിയ കാര്യാലയം. ക്ലിയർ? കാര്യത്തിൻ്റെ ആലയം ഇത് കാര്യാലയം. നിങ്ങൾ കാര്യാലയം എന്നോടെ കേട്ടെ? ഓഫീസ് അല്ലേ? സർക്കാർ കാര്യാലയം അല്ലേ? സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞല്ലേ? എന്നാൽ അതേപോലെ ഒരു സർക്കാർ നമുക്കില്ലേ, ഒരു അൾട്ടിമേറ്റ് സർക്കാർ. ആ സർക്കാരല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്ന, അവിടെ അല്ലേ കാര്യാലയം ഉള്ളത്. ആ കാര്യാലയത്തിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് വിളിച്ചിട്ട് ഇന്ന് ട്രാഫിക്കൊക്കെ എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഡൺ കുൻ എന്ന് പറയുമ്പോഴേക്ക് ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് ആക്കി തരണമെങ്കിൽ നമ്മൾ ആരാവണം? VIP ആവണ്ടേ? അല്ലാണ്ട് വൺ വേ റൂൾസ് വേറെ ആർക്കും വേണ്ടി മാറ്റോ? പക്ഷേ VIPs ആയിട്ടുള്ളവർക്ക് റൂളൊക്കെ മാറ്റി കൊടുക്കും. ആരാണ് VIPs? കാര്യത്തിലേക്ക് അടുത്തവരാണ് ആര്? VIPs. എന്നിലേക്ക് അടുത്ത എൻ്റെ ഇഷ്ടദാസന്മാർ. ഓരുടെ ഇഷ്ടത്തിന് ഞാൻ ട്രാഫിക് റൂൾ മാറ്റും, ഓരോ കൈയും കാലും പോലെ ആയിട്ട് ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ മനസ്സിലായോ? കാര്യത്തിലേക്ക് അടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചോനെ ഈ മാറ്റണം എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ എന്താ ഇഷ്ടപ്പെടണേ? ഞാൻ മാറ്റില്ല, നീ മാറ്റും മോനെ, ഞാൻ എൻ്റെ കൂടെ നിന്നിലൂടെ ഇങ്ങനെ വരാം, നിൻ്റെ ചലനങ്ങളിലൂടെ ഞാൻ വരാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചോൻ അഥവാ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിലൂടെ ആണ് മാറ്റൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രശ്നത്തിൻ്റെ പരിഹാരം എങ്ങനെ അത് ഇത് കാരണം എന്ന് പോയതിനപ്പുറത്തേക്ക് കാര്യമായതിലേക്ക് കാര്യഗൗരവത്തോടു കൂടി അടുക്കുക. അടുത്തിരിക്കുന്ന സമയത്ത് കാര്യാലയത്തിൽ നിന്നും നമ്മുടെ കരങ്ങളിലൂടെ അത് പ്രവർത്തിക്കും, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ ഇടപെടലിലൂടെ അത് പ്രവർത്തിച്ചിട്ട് നമുക്കതിന് മാറ്റം വരുന്നേ കാണും. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ചില പ്രശ്നമൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചാൽ അവിടുന്ന് റെഡിയാക്കി തരും. എല്ലാം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ? അപ്പം ചില കാര്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ടി വരും. എല്ലാവർക്കും കൊച്ചിൻ അനീഫിനെ പോലെ വിളിക്കാൻ ആളില്ലല്ലോ. ഞാനൊന്നും തിരുവനന്തപുരത്തേക്ക് വിളിക്കട്ടെ അറിയില്ല, ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ ഡെയിലി കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പിടിപാടുള്ള ആളാവണം. അപ്പോഴാണ് നമ്മളറിയാം തിരുവനന്തപുരത്തൊക്കെ പിടിപാടുള്ളൊക്കെ ഒരു ലെവലിലേക്കൊക്കെ ഞാൻ വളർന്നോ? അങ്ങനെ വളരാനുള്ള സാധ്യത ഉണ്ടോ? നിങ്ങൾ ഈ കേരളത്തിൽ തന്നെയാണോ ഉള്ളത്? നിങ്ങൾ ഈ കേരളത്തിലെ പൗരൻ തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അന്യം ഒന്നും അല്ലല്ലോ. നിങ്ങൾ അന്യമാക്കി വെച്ചിട്ടില്ല, ഞാൻ ഈ പഞ്ചായത്തിൽ ഇട്ടാവട്ടത്തെ ജീവിക്കുന്ന ആൾ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആരുതോ, നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയൂ, നമ്മളെ മന്ത്രിയൊക്കെ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നം.
എന്നാൽ ചില വിഷയം തിരുവനന്തപുരത്തൊന്നും ക്ലിയർ ചെയ്ത് തരാൻ പറ്റൂല. അപ്പം നമ്മൾ എങ്ങോട്ട് വിളിക്കണം? അങ്ങ് ഡൽഹിയിലേക്ക്. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് ഡൽഹി അതൊന്നും നടക്കൂല, ചിന്തിക്കാനേ പറ്റില്ല, നമ്മളെ വിദ്യ. എന്താ പ്രധാനമന്ത്രി നിങ്ങളുടേതല്ലേ? അതാ പാർട്ടിൻ്റെതല്ലേ? പാർട്ടി വേറെ, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെതാണ്, രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതാ. ആ സെൻസ് അത് നമ്മളുടേതല്ല, അത് വേറെ എന്തോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളാണ് ചുരുങ്ങിയത്. പ്രധാനമന്ത്രി വയ്ക്കുക, ഈ രാജ്യത്തിലെ പൗരനായിട്ട് നീ എന്തേ എന്നോടത് പറഞ്ഞില്ല? നിങ്ങൾ ഭയങ്കര തിരക്കല്ല, നമ്മളൊക്കെ നോക്കാൻ ആര് പറഞ്ഞു? കാരുണ്യകനും പരമകാരുണ്യനും തന്നെ എൻ്റെ അധീനതയിൽ പെടുക്കുന്ന കാര്യത്തെ നീ കുഞ്ഞാക്കി, കൊച്ചാക്കി, അല്ലെങ്കിൽ നീ അപമാനിച്ചിരിക്കുകയാണ് എന്ന ചോദ്യമല്ല അവിടുന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളാണ് എന്ത് ചെയ്തത്? വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തിലല്ലേ, നമ്മളെവിടെയൊക്കെ എങ്ങനെ എത്താനാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്? ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ ഏത് ഘട്ടത്തിൽ ഏത് തലത്തിലാണോ നിങ്ങൾ പൂട്ടി വെച്ചത്, ഞാനിപ്പോൾ പറഞ്ഞ മെറ്റഫർ വെച്ച് ആലോചിക്കുക. ഞാൻ പറഞ്ഞ ചിലത് പൂട്ടി വെച്ചത് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയ അനുഭവം വെച്ചിട്ടായിരിക്കും അത് നടക്കില്ല എന്ന് പൂട്ടി വെച്ചത്. ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയാൽ സെറ്റാവും, നമ്മളെ കൊണ്ട് അതിനാവില്ല, മടിയാ, നമ്മളെ കൊണ്ടാവില്ല ആ ലെവലിലേക്ക് കയറാൻ. ചിലത് ഡൽഹി പോകണം, ഡൽഹിയൊക്കെ ഞാൻ ഇവിടുന്ന് അപ്പുറത്തെ ജില്ല തന്നെ കണ്ടിട്ടില്ല, എന്നിട്ട് അങ്ങോട്ട്. അതാ ഞാൻ ചോദിക്കുന്നത്, സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ ഇപ്പോൾ നിങ്ങളെ പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ പഞ്ചായത്തിലേ പഠിച്ചവനുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പഠിച്ചവനെ കണ്ടിട്ടില്ല. നിങ്ങൾ ആ ലെവലിലേക്ക്, പ്രാദേശിക ബോധത്തിലേക്ക്, കാര്യമായ ദൈവികതയെ നിങ്ങൾ ചുരുക്കിയിരിക്കുകയാണ്. പ്രാപഞ്ചിക ബോധത്തിലേക്ക് വികാസം പ്രാപിക്കലാണ് ഈ വിധിയെ മാറ്റിയിട്ട് അതിൽ നിധി കണ്ടെത്താന്ന് പറഞ്ഞ രഹസ്യത്തിലേക്ക്, കാര്യത്തിലേക്ക് നമ്മൾ അടുക്കാം. അപ്പോൾ നോക്കി, നിങ്ങൾ ഏതോ ഒരു കുഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ ഒരു പൗരനായിട്ട്, ഒരു വാർഡിൽ ഒരു മെമ്പറായിട്ട് അല്ലെങ്കിൽ ഒരു പൗരനായിട്ട് നിങ്ങൾ ജനിപ്പിക്കുമ്പോൾ, ആ ജനിപ്പിച്ച നിങ്ങളുടെ സ്രോതസ്സിനെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ, ഞാൻ എന്താ ഇവിടെ, ഇത് ഞാൻ ഏത് ജില്ലയിലാണ്, ഇന്ന ജില്ലയിലാണ്, ഈ ജില്ല ഏത് സംസ്ഥാനത്താണ്, കേരളം എവിടെ, ഇന്ത്യ എവിടെ, ലോകം എവിടെ, പ്രപഞ്ചം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സോഴ്സിലേക്ക് എത്തും. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മാറ്റി ഏറ്റവും പീക്കിലെത്തുന്ന സമയത്താണ് അവിടേക്കുള്ള നമ്മളെ കണക്ഷൻ നമുക്ക് റീകണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാം. ആ പ്രാപഞ്ചികമായ യൂണിവേഴ്സലായ സിറ്റിസൺ ആണ് ഞാനെന്നുള്ള ബോധത്തിൽ ഇരുന്നിട്ട് വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്പോൾ മാത്രമേ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന അപ്ലിക്കേഷന് അവിടെ എത്തുള്ളൂ. ചുരുക്കിയിട്ട് വിധി എന്ന് പറഞ്ഞ് ചുരുക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വിധിയായിരിക്കും എന്ന് നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പഠിച്ചവനെ മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിനോ പറയുമ്പോല ഇത് നടക്കൂല, അറിയാം, ഡൽഹിയിൽ നടക്കണവരോട് എന്നാൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സഹായം പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് സെറ്റാക്കി തരണേന്ന് പറയുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കാര്യത്തിലല്ല നമ്മൾ ചേർന്ന്, കാരണത്തിൽ ചേർന്നിരിക്കുക. കാരണം എന്താ? ഞാൻ ഇന്ന നാട്ടുകാരനാ, ഞാൻ ഇന്ന പഞ്ചായത്തിലാ, ഇതൊക്കെ എൻ്റെ കാരണങ്ങൾ, അതുകൊണ്ടാണ് എനിക്കിത് റെഡി ആവാത്തത്. നമ്മൾ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ അത് സെറ്റാകുമായിരുന്നു, നമ്മളിപ്പോൾ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ കരുതിയിട്ട് നമ്മളതിനെ ചുരുക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മളാണ് അതിനെ ചുരുക്കിയത് എന്നുള്ളതാണ്. അത് ചുരുക്കൽ സംഭവിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പ്രശ്നത്തിന് മീനിങ് ഉണ്ടാക്കിയാൽ എവിടെ തീരാനോ? ഞാനതൊരു എക്സാമ്പിൾ പറയാറുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, നിങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയൊരു പ്രശ്നം, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നിങ്ങൾ ചിന്തിക്കാം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, നിങ്ങളുടെ ചുറ്റിലും കാണുന്ന വ്യക്തികൾ, നിങ്ങളുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങൾ, ഇത് വെച്ച് നിങ്ങൾ നോക്കാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം. ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് നടക്കാൻ ചാൻസ് ഇല്ല, വിധിയായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്ത്, നിങ്ങളുടെ മനസ്സ് പെട്ടെന്നൊരു ഷിഫ്റ്റ് നടന്നിട്ട് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ മനസ്സായി മാറി വിചാരിക്കുക. പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഫ്ലിപ്പായിപ്പോയി, ആൾ മാറിപ്പോയി, സാധനം മാറി കയറിപ്പോയി. അപ്പോൾ സെയിം പ്രശ്നം നിങ്ങളുടെ ടേബിളിൽ എത്തിയായിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് ഏത് വിധിയായിട്ടാണ് കാണാം? നമ്മുടെ ഡാറ്റ മാറി, നമ്മുടെ റെഫറൻസ് മാറി, നമ്മുടെ ഓപ്പറേഷൻ മാറി, നമ്മൾ വിധി എന്ന് പറഞ്ഞ സാധനം മാറി, ഒക്കെ മാറി. കാരണം എന്താ? നമ്മൾ കുറച്ചുകൂടി എലവേറ്റ് ചെയ്ത തോട്ടിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തിനാ നമുക്ക് ശരിക്കും വിധി എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? എന്തിനാ നമുക്ക് മീനിങ്ലെസ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം, നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സ്, അത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയ ലോകബോധം, അതിൻ്റെ ആകെത്തുകയാണ് നിങ്ങളുടെ വിധി മനോഭാവം, അതിൻ്റെ ആകെത്തുകയാണ് നിങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തൽ. അപ്പോൾ ആർക്കാണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള കാരണം കണ്ടെത്താൻ പറ്റുന്നത്, അത്രയും ഹയർ ആയിട്ട് നമുക്കതിന് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഹയസ്റ്റ് കോഴ്സ് കണ്ടെത്താൻ ഏക വഴി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ട്രൂത്തിൽ നിൽക്കാന്നല്ല, ഹയസ്റ്റ് റിയാലിറ്റി അല്ല, ഹയസ്റ്റ് ട്രൂത്ത് അല്ല, റിയാലിറ്റി മാറുന്നതാണ്. അപ്പം അബ്ദുൽ കലാം ആ പ്രശ്നത്തെ കണ്ട അബ്ദുൽ കലാമിൻ്റെ റിയാലിറ്റിയിലാണ്.
നമ്മളതിനെ കണ്ടത് നമ്മുടെ റിയാലിറ്റിയിലാണ്. രണ്ടാൾ പറഞ്ഞതും ശരിയാണോ? രണ്ടാളുടെ യാഥാർത്ഥ്യം ശരി തന്നെയാണ്. രണ്ടാളുടെ യാഥാർത്ഥ്യം ശരി തന്നെയാണ്. രണ്ടാൾക്കും ഉത്തരങ്ങളുണ്ട്, രണ്ട് രീതിയിലായിട്ടുള്ള. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, ഹയസ്റ്റ് ആയിട്ടുള്ള മീനിങ്, ഹയസ്റ്റ് ആയിട്ടുള്ള റിയാലിറ്റിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഹയസ്റ്റ് ട്രൂത്തിലിരിക്കണം. ഹയസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ഏതാണോ, ഹയസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്ന് പറയാൻ എപ്പോഴും പറയും മാറാത്തത്. മാറാത്തതെന്തോ അതിന് മാത്രമേ എന്തെങ്കിലും മാറ്റാൻ കഴിയുള്ളൂ. മാറുന്നതിന് എന്തേ പറ്റുള്ളൂ? മാറിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. മാറാത്തതെന്തോ അതിനെ എല്ലാത്തിനെയും മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. നിശ്ചലമായതെന്തോ അതിന് മാത്രമേ എല്ലാത്തിനെയും ചലിപ്പിക്കാൻ പറ്റുള്ളൂ. നിശ്ചലമായതെന്തോ അതിനെ എല്ലാത്തിനെയും ചലിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് റൂമി പറയുന്നത്, പ്രാർത്ഥന വിധികളെ മാറ്റിമറിക്കുന്ന, നമ്മൾ സ്തംഭിച്ചു പോകുന്ന, ജീവിതത്തിൽ മുട്ടിപ്പോയി സ്റ്റക്കായി എന്ന് തോന്നുമ്പം നിങ്ങളുടെ പുറത്തുള്ള ബാഹ്യ കാരണങ്ങളിൽ വെച്ച് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ സ്റ്റക്കായി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, പുറത്ത് സ്റ്റക്കാകലാണെങ്കിൽ അകത്തൊരു സ്റ്റില്ലാവലുണ്ട്. ആത്മാവിൻ്റെ തലത്തിൽ, മാനസിക തലത്തിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റില്ലാകാൻ പറ്റുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റക്നെസ് ഒക്കെ പോകാൻ തുടങ്ങും, ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ശരിക്കുള്ള സ്റ്റക്നെസ് അല്ല സ്റ്റക്നെസ്, നിങ്ങൾക്കുള്ളിൽ സ്റ്റില്ലായിട്ടിരിക്കേണ്ടത് എന്തോ തോന്നുന്നു, അത് സ്റ്റില്ലായിട്ടില്ല, അതിങ്ങനെ എളുകിക്കൊണ്ടിരിക്കുക. അതാ പറയുക, ഈമാൻ എളുകാൻ നട്ടില്ലേ, ഇങ്ങനെ എളുകിക്കൊണ്ടിരിക്കുക, ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ ആ സാധനം ചാഞ്ചാടുമ്പം പുറത്ത് നിങ്ങൾക്ക് സ്റ്റക്നെസ് വരും. ഉള്ളിൽ ആ സാധനം സ്റ്റില്ലാകുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് ഒഴുക്ക് വരും. സോ സ്റ്റില്ലായതിൽ നിന്നുമാണ്, നിശ്ചലമായ അവസ്ഥയിൽ നിന്നുമാണ് അവൻ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സീക്രട്ട്. അപ്പോൾ കാര്യമായതിലേക്ക് പിടിക്കുമ്പോൾ, കാര്യമായ ബോധത്തിലേക്ക് ചേരുമ്പോൾ, കാരണങ്ങൾ എന്തുമായി കൊള്ളട്ടെ എന്ന ബോധത്തിലാണ് നമ്മൾ. അത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, കാരണങ്ങൾ അറിയലല്ല എൻ്റെ ഉദ്ദേശം എന്ന ബോധത്തിൽ നമ്മളിരിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ട, ഇതുവരെ ആരും അറിയാത്ത, നമ്മൾ മാത്രം അറിയേണ്ട, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം അറിയേണ്ട ഒരു വിഷയം എന്താണോ, കാരണം എന്താണോ, അത് നമ്മൾ അറിയുകയും നമ്മൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ സമയമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വിഷയത്തെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. കാരണങ്ങൾക്കപ്പുറത്ത് എന്തിനെ പിടിക്കണം? കാര്യത്തെ പിടിക്കണം. നിങ്ങൾ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാരണങ്ങളായി കണ്ടിട്ട് മാറ്റി വെച്ച, അല്ലെങ്കിൽ ഇങ്ങനെ തീർത്ത് വെച്ച, കൺക്ലൂഡ് ചെയ്ത് വെച്ച ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മാറ്റി പറയും. ഉറപ്പല്ലേ? എന്തായാലും മാറ്റി പറയില്ല. അപ്പോൾ ആ കാരണത്തോട് എന്ത് പറയാ, ഇപ്പോൾ നീ ഈ കാരണമായിട്ട് ഇങ്ങനെ ഇരുന്നോ, ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി പ്രകാരം നീയാണ് എനിക്ക് കംഫർട്ട്. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞാൽ ഇതായിരിക്കുമല്ലോ എൻ്റെ കാരണം, അപ്പോൾ ഞാൻ മാറ്റി പറയും. അതുവരെ ഇവിടെ ഇരുന്നോ. അത് പറയുമ്പോൾ ഒരു സാധനം കൂടി വെക്കാം, ഇതൊന്നുമല്ലാത്ത എല്ലാത്തിൻ്റെയും കാരണമായ ഒരു കാര്യമുണ്ട്, ആ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് ഉറപ്പാണ്, അതിലേക്ക് ഞാൻ ഉറച്ച് നിൽക്കുന്നുണ്ട് എന്നാകുമ്പോൾ ശരിയല്ലാത്ത എല്ലാ കാരണങ്ങളും നമ്മളെ വിട്ടുപോകും. നമ്മളൊന്നും അറിയാണ്ട് വെറുതെ എന്തിനൊക്കെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും അറിയാണ്ട്, നമുക്കൊന്നും അറിയില്ല, ഒന്നും അറിയാണ്ട് നമ്മൾ പലതിനെയും ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജ് ആവുന്ന അവസ്ഥയൊന്നും ഫ്രീ ആവാം, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് കൊണ്ടുതരും? രോഗം കൊണ്ടു തരുന്നില്ല. എത്ര ആൾക്കാരെ ഞാൻ കണ്ടിരിക്കണ അറിയോ, ഒരു കാര്യമില്ലാണ്ട് ഓരെന്നെ പല റീസൺസ് ഉണ്ടാക്കിയിട്ട് രോഗം ഉണ്ടാക്കാം. ഓരെന്നെ ഉണ്ടാക്കുക റീസൺസ്, ഇത് ഇന്നതാണ്, അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്, ഇതാ തോന്നുന്നുണ്ട്. ഡോക്ടേഴ്സിന് വരെ പണിയില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ, ഡോക്ടർ ഞാൻ ഇങ്ങനെ GPT-നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്നലെ തുമ്മൽ വന്നപ്പം തുമ്മിയത് 3 തവണ അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ തുമ്മൽ ചെറുതായിട്ട് സൗണ്ട് കുറവായിരുന്നു. അങ്ങനെ 2ാമത്തെ തുമ്മലിൻ്റെ സൗണ്ട് കുറവാണെങ്കിൽ അത് ഹാർട്ടിലേക്ക് എന്തോ സാധനത്തിൻ്റെ ബ്ലോക്കാന്ന് വെക്കണം. ആ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് എത്ര ഏകദേശം എക്സ്പെക്ട് ചെയ്താൽ എനിക്കിത് 3 ആഴ്ച ഉണ്ട്, 3 ആഴ്ചയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇത്ര ഉണ്ടാവുന്ന പറയാം. അപ്പോൾ ഡോക്ടർ ആലോചിക്കും, എനിക്കിപ്പോൾ എന്താ പണിയുള്ളത്, ഇനിയിപ്പോൾ എന്താ വേണ്ട മോനെ, ഞാൻ ഇന്ന മെഡിസിൻ കഴിച്ചിരുന്നു, അത് കഴിച്ചപ്പോൾ എനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല, ഇങ്ങനത്തെ ഒന്നുകൂടി GPT സജസ്റ്റ് ചെയ്തിരിക്കണ്, ആ മെഡിസിന് കുറച്ച് ഹാംഫുൾ എഫക്റ്റ് ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് കുറയ്ക്കാൻ എന്തോ ഒരു മെഡിസിൻ ഉണ്ട്, അത് ഡോക്ടറിന് നെയ്ത് തരാൻ പറ്റുമെന്ന്. ഡോക്ടറിൻ്റെ പണിപ്പതാ. സോ വി ഫൈൻഡ് റീസൺസ്, എന്നിട്ട് നമ്മൾ അതിലെന്ത് ചെയ്യും? ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മീനിങ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, നമുക്ക് മീനിങ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ മീനിങ് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റാരെയും വിധിക്കാത്ത, നമ്മളെയും വിധിക്കാത്ത ഒരു ഓപ്പൺനെസ്സിൽ നിന്നുകൊണ്ട് അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ചിന്തയിലാണ് എപ്പോഴും പോകേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഏത് കാര്യം പറയുമ്പോഴും ഡിസ്ക്ലൈമർ ഇടും. അതെപ്പോഴും അങ്ങനെ തന്നെ അല്ല, ഇങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിധിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിലൂടെ ഷാഫി എന്ന് പറഞ്ഞ ഷിഫായിൻ്റെ തലം ഒഴുകൂല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പ്രാണശക്തിയുടെ ഒഴുക്കിനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല.
പ്രാണശക്തിക്ക് ഒഴുകണമെങ്കിൽ അതിനൊരു കൺഫേമിറ്റി കൊടുക്കണം, ദ സെർട്ടണിറ്റി ഓഫ് യുവർ സെൽഫ് ഇൻ ടു ദ ട്രൂത്തിലേക്ക് നിങ്ങൾ സെർട്ടൺ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കൺഫേമിറ്റി കൊടുക്കണം, ജഡ്ജ്മെൻറ്റിലേക്കല്ല. ട്രൂത്തിൻ്റെ റോളാകുന്ന ജഡ്ജിലല്ല, ട്രൂത്ത് ഏതാണോ അതിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്, സെർട്ടൺ ആയിട്ട് നല്ല സ്റ്റേറ്റിൽ ഇരുന്നിട്ട് വേണം ടു ടച്ച് ദ പീപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ.